ഹലോ എവ്രി വൺ, വെൽക്കം ടു അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്റർ 1 നിങ്ങളുടെ SSLC മാത്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ മാത്സിലെ ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ മാർക്കുകളും വരുന്ന, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് വിറ്റെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററാണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒറ്റയടി സീരീസിൽ വൺ ഷോട്ടിൽ ഞാൻ ഈ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചു തരും. പകുതിയോ കാൽഭാഗമോ ഒരു ടോപ്പിക് ഒന്നുമല്ല, മൊത്തം ചാപ്റ്ററും അടിപൊളിയായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ ആർക്കും മനസ്സിലാവുന്ന പോലെ ഞാൻ എടുത്തുതരും. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ചാപ്റ്റർ എന്താണെന്ന് കൂടി അറിയില്ലാത്ത ആളാണെങ്കിലും ഈ ക്ലാസ് ഇരുന്ന് കണ്ടാൽ ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വൺ ഷോട്ട് സീരീസ് ഫുൾ പവറോടെ കേൾക്കുക, എൻഡ് വരെ കാണാം. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതിന് കൂടെ നിങ്ങളും ചെയ്യുക. അങ്ങനെയാണ് ഗ്യാരണ്ടീഡാണ് നിങ്ങൾ ഈ ഒറ്റയടി സീരീസ് സക്സസ്ഫുള്ളി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു തോന്നും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ചാപ്റ്റർ നമ്മൾ ഈ വൺ ഷോട്ട് ഒറ്റയടിയിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗമൊന്നുമല്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സിലെടുക്കുന്ന ഈ PDF നോട്ട്സ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ ഇതിൻ്റെ PDF നോട്ട്സ് കിട്ടും. എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പോൾ എക്സാമിനർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത്, താഴെ കാണുന്ന സൈഡിൽ കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് PDF നോട്ട്സ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സസ് എല്ലാ ചാപ്റ്ററും ഫുള്ളായിട്ട് വേണമെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ്സിൽ അറിയിക്കുക. ഒരു കമൻറ്റ് ചെയ്യുക, സർ ഈ ചാപ്റ്റർ വേണം, ഇത് ഫുൾ പവറാണ്. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ അതും അറിയിക്കുക, എനിക്ക് വലിയ സന്തോഷമായിക്കോളും. ആൻഡ് ഇതൊന്നും പോരാ, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ഫുൾ പവർ ആയിട്ടുള്ള ലക്ഷ്യ ബാച്ച്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +1 കയറാൻ പോകുന്ന അഗ്നി ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് ചെയ്തിട്ട് ചോദിക്കാം ഏത് ബാച്ചാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് ഫുൾ സബ്ജക്ട്സിന് ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് അവരെല്ലാം ഡീറ്റെയിൽസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആൻഡ് നമുക്ക് ബാച്ചസിൽ കാണാം. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്താണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഞാനിവിടെ കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്, നമ്മൾ ഈ ഓർഡറിലേക്ക് ക്ലാസ് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അരിത്തമെറ്റിക് സീക്വൻസ് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ് അരിത്തമെറ്റിക്, എന്താണ് ഒരു സീക്വൻസ്? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും, അത് ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ടേമും പൊസിഷനും, ഒരു ടേം എത്രാമത്തെ ആളാണെന്നും അത് ഏത് പൊസിഷനിലാണെന്നും പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫോർമുലയുണ്ട്. പിന്നെ കോമൺ ഡിഫറൻസ്, സിമ്പിൾ കാര്യമാണ്, അതിൻ്റെ ഒരു മാജിക് ഫോർമുലയും കൂടി ആൻസർ പറഞ്ഞുതരും. പിന്നെ ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഓൾജിബ്ര, വലിയ സംഭവങ്ങൾ. ആൻഡ് സം ഓഫ് ടേംസ്, 4 ഇക്വേഷൻസിലും ഒരു 3-4 കാര്യങ്ങളും പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾ ചാപ്റ്റർ ഫുൾ സെറ്റാണ്, അത് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ കുറേ പ്രീവിയസ് ഇയർ ചെയ്യും, മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യും, ആൻഡ് നിങ്ങൾക്ക് കുറേ അടിപൊളി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ സെറ്റ് ആവും. അപ്പോൾ എല്ലാവരും ഫുൾ പവറോടെ റെഡി ആയിക്കോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മളിവിടെ തുടങ്ങാൻ പോവാം. അപ്പോൾ അലൻ സർ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഓൾറെഡി അറിയായിരുന്നു. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ മനസ്സിനുള്ളിൽ, നിങ്ങൾ ആരും മാത്സ് പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ അറിയായിരുന്നു. അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഈ ഒറ്റയടി സീരീസിലെ ഫ്രീ ആയിട്ടുള്ള ഈ ക്ലാസ് ഒട്ടും വേസ്റ്റ് ആവരുത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് മാക്സിമം യൂസ് ആവണം, ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ടാവണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓരോ ക്ലാസ്സിലും ഓരോ ഗ്രൂപ്പിലും കൊണ്ടുപോയിട്ട് വാട്സാപ്പിൽ സ്പാം ചെയ്ത് ഫുൾ പവർ ആക്കുക. എല്ലാവരും കണ്ട് പഠിക്കട്ടെ. ഓക്കെ, ആൻഡ് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയെങ്കിൽ അപ്പോഴും കമൻറ്റ് ചെയ്തോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ചാറ്റിൽ ആൻസർ ചെയ്യണം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇടുമ്പോൾ. അപ്പം എങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് ഈ ചാപ്റ്റർ ഒന്നും പഠിപ്പിച്ചില്ലല്ലോ, നിങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നോളൂ, എന്നിട്ട് ഇത് ആൻസർ ചെയ്യാം. ഗെസ് ദ നെക്സ്റ്റ് നമ്പർ, അടുത്ത വരുന്ന നമ്പറിന് നിങ്ങൾ ഊഹിച്ച് ആൻസർ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. 1 2 3. സർ 10 ആണല്ലേ ആൻസർ? അല്ല, നിങ്ങളെല്ലാവരും ഇപ്പോൾ ചാറ്റിലും കമൻസിലും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് 4. 1 2 3 4 നമുക്കറിയാമല്ലേ, സാധാരണ നമ്പേഴ്സാണ് സർ. 1 2 3 4 അടുത്തും കൂടി കേസ് 5 എഴുതും, 6 എഴുതും. സിമ്പിൾ. അത് നിങ്ങളെല്ലാവരും ഗസ് ചെയ്തൊന്നും എനിക്കറിയാം, ഒരാളെ തെറ്റിച്ചില്ല എന്നറിയാം. എന്നാൽ കുറച്ചുകൂടി ടഫാക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 4 6, 2 4 6, അത് കഴിഞ്ഞിട്ട് ഏതാ? വെരി ഗുഡ്, 8. അത് കഴിഞ്ഞാൽ 10. ഇതെന്താ?
ഈവൻ നമ്പേഴ്സ് അല്ലേ, ഈവൻ നമ്പേഴ്സ് അല്ലേ, ഇരട്ടകൾ. അപ്പം ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണിത്. അപ്പം നിങ്ങൾ സാധാരണ നമ്പർ ആദ്യം കണ്ടു, പിന്നെ ഈവൻ നമ്പേഴ്സ് കണ്ടു. അങ്ങനെയാണ് ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. 5 ഉണ്ട്, 10 ഉണ്ട്, 15. എന്താ എനിക്ക് പരിചയമുള്ള നമ്പർ എന്താണ്? 5ൻ്റെ ടേബിളാണ്. 5, 10, 15, പിന്നെ 20 വരും, പിന്നെ 25 വരും. സിമ്പിൾ. അലൻ സാർ ഒന്നും പഠിപ്പിച്ചില്ല, ഞാനും പഠിച്ചിട്ടില്ല, നിങ്ങളും പഠിച്ചിട്ടില്ല, എന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സിമ്പിൾ കാര്യമാണ്. ഇനിയിപ്പോൾ സിമ്പിൾ ചെറിയ നമ്പർ ആവണമെന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് അതിനെക്കാട്ടും വലുത് പറ്റും. 100, 110, 120 ഒന്നും മനസ്സിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തില്ല, നിങ്ങൾ 130 ആൻസർ വന്നു, ഒന്നും ചെയ്യാണ്ട് തന്നെ അല്ലേ. എന്നാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ ക്ലാസ് നിങ്ങൾ മുഴുവൻ കണ്ടാൽ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് മനസ്സിൽ ആൻസർ വരുന്ന പോലെ ആ രീതിയിലാക്കി തരാം, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യും. പക്ഷെ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മതി, മാത്സ് വെറും പുല്ല് പോലെ നമുക്ക് ഫുൾ പവറോടെ പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങളിത് ആൻസർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇവിടെ നമുക്ക് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് വരാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഈ ചാപ്റ്ററിൻ്റെ പേര്. അലൻ സാർ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അരിത്തമെറ്റിക്, നമ്മൾ അരിത്തമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ അരിത്മെറ്റിക് എന്നാണ് പറയാം. ഈ അരിത്മെറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? മാത്സിൽ നമ്പേഴ്സ് വെച്ച് കളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഒക്കെ പോലെ, കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 +2 ഒക്കെ ചെയ്യുന്ന വലിയ സംഭവമാണ്. അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ട് ആഡ്, സബ്ട്രാക്ട്, ഡിവൈഡ്, അങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കുറച്ച് കളിയാണ്. ഇനി നിങ്ങൾക്ക് സീക്വൻസ് എന്നൊക്കെ കേട്ട് എന്താണ് ഓർമ്മ വരിക? ഈ എന്തൊക്കെയോ കളിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ടല്ലേ, കുഞ്ഞു എന്തൊക്കെയോ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള സീക്വൻസ്. ഇതെന്നാ വേറെ സീക്വൻസാണ്. ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഓർഡർ അല്ലെങ്കിൽ പാറ്റേൺ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നമ്പേഴ്സിനൊരു പാറ്റേൺ ഉണ്ട്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളി. പക്ഷെ നമ്പേഴ്സ് വെച്ചിട്ട് എന്താണ് കളിക്കുന്നത്? ഒരു ഓർഡർ അല്ലേ പാറ്റേണിലേക്ക് ആക്കാൻ നോക്കുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യം. അപ്പം നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടില്ലേ, 1, 2, 3, പിന്നെ 10 അല്ല 4 വന്നു, പിന്നെന്താ 2, 4, 6, 8 വന്നു. അപ്പോൾ ഒരു കറക്റ്റ് പാറ്റേൺ ഉണ്ടാകും. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കും അറിയാം. അതാണ് ഈ ചാപ്റ്റർ. അപ്പം ആദ്യം വരേണ്ടത്, നമ്മൾ എന്തൊരു പാറ്റേൺ ചെയ്യുകയാണെങ്കിലും, നമ്മളിവിടെ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്തൊരു പാറ്റേൺ ചെയ്യുകയാണെങ്കിലും ആദ്യം തുടങ്ങുന്ന സ്ഥലം എന്താണ്? ഒരു സ്ഥലത്ത് തുടങ്ങണമല്ലോ, എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് എഴുതാം 2. ആദ്യം എഴുതിയ സീക്വൻസ് നമ്മൾ എന്താണ്? 1 ആയിരുന്നു സ്റ്റാർട്ടിങ് പോയിന്റ്. എന്നിട്ട് നമ്മൾ 2ലേക്ക് പോയി, എന്നിട്ട് 3ലേക്ക് പോയി അല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരെണ്ണം കൂടി, 2 കൂടി, പിന്നെ അങ്ങനെ പോയി. ഇനി രണ്ടാമത്തെ സീക്വൻസ് എന്തായിരുന്നു? 2, 4, 6, 8 ഇങ്ങനെ പോയി. പിന്നെ ഒരു സീക്വൻസ് എന്തായിരുന്നു? 5, 10, 15, 20. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു സീക്വൻസും, നിങ്ങൾക്ക് ഈ എക്സാമിന് വരുന്ന ഏതൊരു സീക്വൻസിനും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും അല്ലേ. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ എവിടെ നിന്നാണ്? ഇവിടെ നമ്മുടെ 1 ആണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ 2 ആണ്, ഇവിടെ 5 ആണ്. ഇനി നമ്മൾ ഈ ഫസ്റ്റ് വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? ഫസ്റ്റ് ടേം. ഫസ്റ്റ് വരുന്ന ആളെ നമ്മൾ വിളിക്കും ഫസ്റ്റ് ടേം. ടേം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരാണ്. ആൻഡ് ആദ്യം വരുന്ന ആളെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്തോ ഒരു സ്പാർക്ക് കത്തി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ 4 ആണെന്ന് പറയാൻ പറ്റിയത്, ഇവിടെ 8ഉം ഇവിടെ 20 എന്നും പറയാൻ പറ്റിയത്. ഒരു സ്പാർക്ക് കത്തി. എന്താണ് ആ സ്പാർക്ക്? ആ ഒരു പ്രത്യേക പാറ്റേൺ എന്താണ്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1 നിന്ന് 2ലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? 1 നിന്ന് 2ലേക്ക് പോയപ്പോൾ നമ്മൾ എന്താണ്? ഒരു 1 ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. 1 + 1 ആണ് 2. ഇനി 2 നിന്ന് എങ്ങനെ 3ലേക്ക് എത്തിയത്? പിന്നെയും ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 ഇവിടെയും പോയി അല്ലേ. അപ്പം നമ്മൾ 1 നിന്ന് 2ലേക്ക് പോകുമ്പോൾ 1 ആയി, പിന്നെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ 3 ആയി. 3 നിന്ന് ഒരു 1 കൂടി ആഡ് ചെയ്യണം നിങ്ങളുടെ തല പറഞ്ഞു, നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ട് മനസ്സിലാക്കി അടുത്ത ടേം 4 ആണ്. ഇനി അടുത്ത ടേം എന്താണ്? നമുക്കറിയാം, +1 ചെയ്താൽ എന്ത് കിട്ടും? 5 കിട്ടും. ഇന്ന് നമുക്ക് ഫസ്റ്റ് സീക്വൻസ് സിമ്പിളായിട്ട് മനസ്സിലായി. സ്റ്റാർട്ടിങ് പോയിന്റ് 1 ആണ്, അതിനെ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. പിന്നെ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ. ഇനി എന്താണ് നമുക്ക് വരുന്നത്? ഇവിടെ കമോൺ, ഇവിടെ നോക്കിയേ. 2 നിന്ന് 4ലേക്ക് പോകുമ്പോൾ 1 അല്ല ആഡ് ചെയ്യേണ്ടത്, 2 ആഡ് ചെയ്യണം അല്ലേ. എല്ലാവരും ഇതൊക്കെ ചാറ്റിൽ ആൻസർ ചെയ്യട്ടോ, എല്ലാവരും ആൻസർ ചെയ്യണം. 2 ആഡ് ചെയ്തു. ഇനി 4 നിന്ന് 6ലേക്ക് പോകുമ്പോൾ എന്താണ്? പിന്നെയും 2 ആഡ് ചെയ്തു. ഈസി. ഇവിടെ 6 നിന്ന് 8ലേക്ക് പോകുമ്പോൾ 2 ആഡ് ചെയ്തു. ഇനി ഒരു 2 കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് കിട്ടും 10. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഈ പാറ്റേൺ കണ്ടുപിടിച്ചത്. ഇനി 5 നിന്ന് 10ലേക്ക് പോകുമ്പോൾ സിമ്പിൾ. ഇപ്പം നിങ്ങൾക്ക് ഇതിനാക്കി കിട്ടിയില്ലേ? 5 ഇവിടെ നിന്നാണ്, ഇവിടെയും 5, എല്ലായിടത്തും 5. അടുത്ത ടേം എന്തായിരിക്കും? 20 കഴിഞ്ഞാൽ 25 കിട്ടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ടേമും ഉണ്ടാവും,
ഒരു പാറ്റേൺ ഉണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയിട്ട് നമ്മൾ ടക്ക് 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 സെയിം സാധനമാണ് ചാടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീക്വൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ചാട്ടം എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ? 1 എന്നുള്ള ചാട്ടമായിരുന്നു. സെക്കൻഡ് സീക്വൻസ് എത്തിയപ്പോൾ 2 എന്നുള്ള ചാട്ടം, തേർഡ് സീക്വൻസ് 5. അപ്പം എന്ത് ചാട്ടം വേണേ ആവാം. ഓക്കെ, ഇനി ഈ ചാടുന്ന കാര്യത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആളെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് വിളിക്കുമെങ്കിൽ ഈ ചാടുന്ന ആളെ എന്ത് വിളിക്കും? ഇതാണ് അതിൻ്റെ പേര്, എഴുതി വെച്ചോ. കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്. ഇനി നിങ്ങൾ ചോദിക്കണം, എന്നോട് ചോദിക്കണം, എല്ലാവരും ചാറ്റിൽ ചോദിച്ചിരിക്കണം, എന്താണ് സർ എന്തുകൊണ്ടാണ് കോമൺ ഡിഫറൻസ് എന്ന് പേരിടുന്നത്? അലൻ സാർ നോക്കുമ്പോൾ എന്താ ആഡ് ചെയ്ത്, അപ്പം എന്താണ് കോമൺ, എന്താണ് ഡിഫറൻസ് അല്ല വരേണ്ട, ആഡ് ചെയ്യുന്ന നമ്പർ വേറെ എന്തെങ്കിലും പേരാണ് വരേണ്ടത് അല്ലേ? ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? മൈനസ് അല്ലേ? അല്ലെങ്കിൽ വ്യത്യാസം. ഇവിടെ വ്യത്യാസമല്ല, നമ്മളെന്താണ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് നമ്മൾ എഴുതുമ്പോൾ ഡി എന്നുള്ള ആൽഫബറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. ഇനി ഫസ്റ്റ് ടേമിന് നമ്മൾ എഫ് ഉപയോഗിക്കാറുണ്ട്, എ ഉപയോഗിക്കാറുണ്ട്, x1 ഉപയോഗിക്കാറുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് എന്തുകൊണ്ടാണ് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കാൻ കാരണം? കോമൺ എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, എല്ലായിടത്തും കോമൺ ആയിട്ട് ഒരേ നമ്പർ തന്നെയാണ് അല്ലേ? ഡിഫറൻസ് വരാൻ കാരണം സിമ്പിളാണ്. എനിക്ക് ഈ സീക്വൻസ് ഇങ്ങനെ തന്നു, എനിക്ക് ഈ സീക്വൻസ് തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സീക്വൻസ് ഞാൻ പറയാണ് 13, 20, 27 ഇങ്ങനെ ഒരു സീക്വൻസ് തന്നു. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമ്മളോട് പറയുന്നത് ആ ചാടുന്ന നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിച്ച? ആദ്യം നിങ്ങളിവിടെ നോക്കിയാൽ 13 27 വരാൻ എത്ര നമ്പർ ആഡ് ചെയ്യണം? എത്ര ആഡ് ചെയ്യണം? അത് നമ്മൾ മാത്തമാറ്റിക്കലി അങ്ങനെയല്ല ആലോചിക്കേണ്ടത് അല്ലേ? മാത്തമാറ്റിക്കലി എങ്ങനെ ആലോചിക്കുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൈറ്റ് എന്നുള്ള നമ്പറിന് ലെഫ്റ്റിലെ മൈനസ് ചെയ്യുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്യുക. 20 - 13 എന്താണ്? 7. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ 13 എന്ത് ആഡ് ചെയ്താലേ 20 കിട്ടുക? 7 അല്ലേ? അപ്പോൾ നമുക്ക് മാത്സിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അതിന് പകരം എന്ത് ചെയ്യുക? 20 എത്ര 13 കുറച്ച് എത്ര കിട്ടും എന്നുള്ള സെയിം ആൻസർ. അപ്പോൾ 20 13 കുറച്ച് 7 കിട്ടി. ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കാം. 20 27 എന്തോ നമ്മൾ കൂട്ടണം അല്ലേ? എന്തൊരു കൂട്ടണം? ആ നമ്പർ ആയിരുന്നു നമ്മുടെ ആ കോമൺ ഡിഫറൻസ്. പക്ഷേ നമുക്ക് തിരിച്ച് ഫ്രെയിം ചെയ്താലോ? 27 - 20 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്യാം. 27 - 20 അപ്പം എത്ര കിട്ടി? വീണ്ടും 7. അപ്പോൾ എന്താണ് നമുക്കറിയാം നമ്പർ ചാടുന്ന 7 തന്നെയാണ് അല്ലേ? ഇനി അടുത്ത ടേം കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം എന്താണ്? 27 ഒരു 7 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ നമ്പർ അല്ലേ, ഈ 7ഉം 7നെയും എന്തുകൊണ്ടാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലെ നമ്പർ ഒന്ന് മൈനസ് ചെയ്താൽ, തൊട്ടടുത്ത നമ്പർ മൈനസ് ചെയ്താൽ ഡിഫറൻസ് കിട്ടും. ആ ഡിഫറൻസ് തന്നെയാണ് ചാടുന്ന നമ്പർ അല്ലേ? നമ്മൾ ചാടുന്ന ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ചാടുന്ന നമ്പർ, കൂട്ടുന്ന നമ്പർ ആണ് ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്തുള്ള നമ്പർ. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇതിനെ വിളിക്കും കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയല്ലോ, ഫസ്റ്റ് വരുന്ന പോയിന്റ്. പിന്നെ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ആടും, പിന്നെ ഒരു കോമൺ ഡിഫറൻസ് ആടും, പിന്നെ ഒരു കോമൺ ഡിഫറൻസ് ആടും. അതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം? എ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടേം വേണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയാം. ഇനി ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എഫ് എന്ന് വിളിക്കുമല്ലോ സാർ. ഒരു തെറ്റുമില്ല. മാത്സിൽ ലെറ്റേഴ്സ് ഇച്ചിരി മാറിപ്പോലും കുഴപ്പമില്ല, കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയാൽ മതി. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇനി ചിലവർ ഇതിനെ x1 എന്നും വിളിക്കും. x1 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഫസ്റ്റ് ടേം ആദ്യം വരുന്ന അയാളെയാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഷയിൽ പറഞ്ഞാലും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം ഡി. ഇത് എല്ലാവരുടെ ഭാഷയിൽ നിന്ന് സെയിം ആയിരിക്കും. കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ആ ചാടുന്ന നമ്പർ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. അത് ഞാൻ ഗ്യാരണ്ടീഡ്. ഈ രണ്ട് ആൾക്കാരെ കിട്ടിയാൽ നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ എന്തും ആൻസർ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവന്മാരാണ് നമ്മുടെ വില്ലന്മാർ, അല്ലെങ്കിൽ എന്താ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവർ കിട്ടിയാൽ നമുക്ക് എന്തും ചെയ്യാം, എന്ത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. ഇവരെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല ആൻസർ ചെയ്യാൻ. ഇവർ രണ്ടാളാണ് നമ്മുടെ മെയിൻ ആൾക്കാർ. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോർമുല പഠിക്കാനുണ്ട്. ഇത് പഠിച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ എണ്ണി നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാത്തമാറ്റീഷ്യൻസ്, നമ്മൾ ബുദ്ധി ഉപയോഗിക്കും. അപ്പം ഞാൻ പറയാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല വരാം. നിങ്ങളോട് ഞാൻ പറയാണ് 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ. 10ാമത്തെ ടേം ഞാൻ നിങ്ങൾക്കൊരു ഇക്വേഷൻ തരുവാണ്, ഞാൻ നിങ്ങൾക്കൊരു ഫോർമുല തരുന്നു. നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ 2
10, 18 ഇങ്ങനൊരു സീക്വൻസ് തന്നു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസാണ്. ഞാൻ നിങ്ങളോട് പറയണ 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് ആകെ 1 മിനിറ്റ് ഒക്കെ ഉണ്ടാവും സോൾവ് ചെയ്യാനല്ലേ, നിങ്ങൾക്ക് കുറേ സമയമൊന്നും കളയാൻ പറ്റില്ല. നിങ്ങളപ്പോൾ സാർ ഇവിടുന്ന് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 10 - 2 അതാണ് 8, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 18 - 10 അങ്ങനെ പറയുമ്പോൾ എത്ര 18 - 10 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ കോമൺ ഡിഫറൻസ് കൺഫേംഡ് ആയി 8 ആണ്. ആൻഡ് ഫസ്റ്റ് ടേം എന്താണ് എ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ആളെന്താണ് 2. ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി, 8ഉം 2ഉം. ഇനി നമുക്കറിയാം നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കാത്ത ആളാണ്, നമ്മൾ എന്ത് ചെയ്യും? അയ്യോ സാറേ കുറേ പണിയാണ്, എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇവിടെ 8 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 8 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 26 കിട്ടും. അതിലൂടെ 8 ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് കിട്ടും 34 കിട്ടും. അതിലൂടെ 8 ആഡ് അയ്യോ തീരൂല, മടുക്കും. 8 ആയതുകൊണ്ട് സിമ്പിളാണ്. വലിയൊരു നമ്പർ ആയിരുന്നെങ്കിലോ പണി കിട്ടും. അവിടെയാണ് നമ്മളെ അടിപൊളി ഫോർമുല വരുന്നത്, nth ടേമിൻ്റെ ഉള്ള ഫോർമുല. nth ടേം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 10ാമത്തെ ടേം കണ്ടുപിടിക്കണമെന്ന്, അതാണ് നമ്മുടെ ഇവിടുത്തെ n. ഞാൻ ഇപ്പോൾ 25ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 25 ആണ് n. അപ്പോൾ എത്രാമത്തെ ആളാണെന്ന് കണ്ടുപിടിക്കുക. എത്ര നമ്പർ വേണം? നിങ്ങൾ 100ാമത്തെ പൊസിഷനിൽ സാർ നമ്പർ വേണമെന്ന് പറഞ്ഞാലും ഞാൻ കണ്ടുപിടിച്ചു തരും. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ n-ന് പകരം 100 ഇടും. അപ്പോൾ അതിൻ്റെ ഫോർമുല വളരെ സിമ്പിളാണ്. എത്രാമത്തെ ആളാണ് നമുക്ക് നോക്കാം, അതിനെ നമ്മൾ n എന്ന് വിളിക്കും. അപ്പോൾ an, ഇപ്പോൾ an എന്ന് പറഞ്ഞാൽ ഇപ്പോൾ a 10 ആണെങ്കിൽ 10ാമത്തെ ആൾ, a 20 എന്ന് പറഞ്ഞാൽ a 20th, അപ്പോൾ 20th ടേം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫോർമുല? വളരെ ബ്യൂട്ടിഫുൾ ഫോർമുലയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആര് വേണം? ഫസ്റ്റ് ടേം വേണം. അപ്പോൾ എ ഫസ്റ്റ് ടേം ആഡ് ചെയ്യാം, അതാണ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഓക്കെ, ചിലവർ A1 എന്ന് പറയും, അതും ഫസ്റ്റ് ടേം, പക്ഷെ നമ്മൾ എ എന്ന് എഴുതും. ഇനി നമുക്ക് എന്താണ് ചെയ്യുക? നമുക്ക് എപ്പോഴും അറിയാം കോമൺ ഡിഫറൻസ് ആണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ, ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യണം. എന്താണ് കോമൺ ഡിഫറൻസ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആളുണ്ട്, n-1 ബ്രാക്കറ്റിൽ എന്നിട്ട് ഒരു d. ഇവിടെ എന്താ സംഭവിക്കുന്നത്? an എന്ന് പറഞ്ഞാൽ nth ടേമിൻ്റെ ഒരു ഇക്വേഷനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഇക്വേഷനാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം, ഞാൻ എഴുതി കാണിച്ചു തരാം. a എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഫസ്റ്റ് ടേം. ഇനി ഇതിന് നമുക്ക് എന്താ എഫ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ സിമ്പിൾ സെയിം ചേഞ്ച്. ഡി എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം, 1000ാമത്തെ പൊസിഷനിലുള്ള ആളെ കണ്ടുപിടിക്കണമെങ്കിൽ അയാളെ കണ്ടുപിടിക്കാം, 3ാമത്തെ ആളെ കണ്ടുപിടിക്കാം. ഞാൻ കാണിച്ചു തരണോ? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. നമുക്ക് നേരത്തെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യത്തെ 2, 8, 18 2, 8 അല്ല 2, 10, 18 അല്ലേ? ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സീക്വൻസിൻ്റെ 10ാമത്തെ ആളെ കണ്ടുപിടിക്കണം. നമുക്കിങ്ങനെ ഞൊട്ടി ചെയ്താലോ, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫോർമുല മനസ്സിലാത്തവർ ഞാൻ പറയുന്നത് കേൾക്കുക, ഫോർമുല മനസ്സിലായവർ എൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം ആരാണ്? ഇയാളാണ് ഫസ്റ്റ് ടേം. അപ്പോൾ അതാണ് a എന്ന് പറയുമ്പോൾ 2 ആ. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 10 - 2 അതാണ് 8. അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ചെയ്തു തരാം. 10 - എന്താണ്? 10 അല്ല, 18 - 10. 18 - 10 എന്ന് പറയുമ്പോൾ അതും 8. അപ്പോൾ കോമൺ ഡിഫറൻസ് 8ഉം ആൻഡ് ഫസ്റ്റ് ടേം 2 ആണ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിൽ ആദ്യം an എന്താ എഴുതേണ്ടത്? നമുക്ക് an ഒന്നല്ല വേണ്ടേ, A10 അല്ലേ, 10ാമത്തെ ടേം ആണ് നമുക്ക് വേണ്ടത്. അതാണ് ക്വസ്റ്റ്യനിലുള്ളത്. A10 A10 അല്ലേ? അപ്പോൾ A10 ഫാൻസ് ഒക്കെ ഫുൾ പവറോടെ കമോൺ. അപ്പോൾ A10 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ A10 എന്താ നമുക്ക് നോക്കാം. ആദ്യം A ഇടണം. A എന്ന് പറഞ്ഞാൽ എന്താ? A എവിടെ പോയി? ഇതാണ് A. അപ്പോൾ A ഇവിടെ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ കളർന്ന് മാറ്റാം. A എന്ന് പറയുമ്പോൾ ഇവിടെ 2 പ്ലസ് n-1d. n-d അല്ല കേട്ടോ, n-d അല്ല, n-1 ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പുറത്ത് മൾട്ടിപ്ലൈഡ് ബൈ d. അപ്പോൾ n-1 എന്ന് പറയുമ്പോൾ എന്താ? n നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു 10th ടേം ആ ക്വസ്റ്റ്യനിൽ കേട്ടോ, 10th ടേം വേണം. അപ്പോൾ 10 ആണ് n എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മാറ്റിയില്ല, ഇവിടെ n വരും 10 ഇട്ടു. അങ്ങനെയാണ് ഇവിടെ n-1ലും 10-1 എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ 10-1d അല്ല, 10-1 അല്ല കേട്ടോ, ആ ബ്രാക്കറ്റ് മറക്കരുത്. ബ്രാക്കറ്റില്ലെങ്കിൽ ആൻസർ മൊത്തം തെറ്റും. അപ്പോൾ നോക്കിയേ, 10-1 ഇൻറ്റു d എന്നാണ് കോമൺ ഡിഫറൻസ് 8. ഈസി. അപ്പോൾ 8 കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. A10 അങ്ങനെ തന്നെ നിൽക്കുന്നു. 2 പ്ലസ് 10-1 എല്ലാവരും ആൻസർ ചെയ്തേ. ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യം ആദ്യം ചെയ്യണം, കാരണം നമ്മൾ ബോർഡ് മാസ് റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബോർഡ് മാസ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിൽ നിങ്ങൾ ആദ്യം പഠിച്ച കാര്യമാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്താണ് അഡീഷൻ, സബ്ട്രാക്ഷൻ. അതാണ് ബോർഡ് മാസ് പറയുന്നത്. അപ്പോൾ ബോർഡ് മാസിലെ B ആണ് ബ്രാക്കറ്റ്,
ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, വേഗം സോൾവ് ചെയ്യാം. 10 - 1 എന്ന് പറയുമ്പോൾ എന്താണ് 9, ബ്രാക്കറ്റിൽ തന്നെ നോക്കാം, × 8. അപ്പോൾ 2 + 9 × 8 എന്താ, 9 × 8 is 72. അപ്പോൾ 72വും 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 74. അപ്പോൾ 10ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 72 ആണ്, അല്ല 72 + 2 74 ആണ്. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് അല്ലേ 10 സെക്കൻഡോടെ നമുക്ക് കണ്ടുപിടിക്കും ഈ ഫോർമുലേഷൻ. A10 എന്ന് പറയുമ്പോൾ 74. സിമ്പിൾ അല്ലേ, ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചു. ഇനി വിശ്വാസമാവുന്നില്ലേ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അലൻ സാർ മാത്സ് ഉപയോഗിക്കുക, നിങ്ങൾ നിങ്ങളുടെ പെൻസിലും കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വേഗം സോൾവ് ചെയ്യാം. നമുക്കൊന്ന് കണ്ടുപിടിക്കാം 10ാമത്തെ ടേം ഇത് ശരിയാണെന്ന്. 2, 10, 18, 26, 34, 42, 50, 58. ഓക്കെ, അപ്പൊ എത്ര ടേംസ്, 1, 2, 3, 4, 5, 6, 7, 8 ടേംസ്. രണ്ടെണ്ണം കൂടി മതി. കമോൺ, 66, 74. ഓ, നമ്മുടെ കറക്റ്റ് ആൻസർ ആവുന്നത് 74. നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ാമത്തെ ടേം 74 നമ്മൾക്ക് ഇക്വേഷൻ കൊണ്ട് കിട്ടി. അപ്പോൾ A10 ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ 74 ആണ്. സ്റ്റാർട്ടിംഗ് ടേം എന്താണ് 2 ആൻഡ് കോമൺ ഡിഫറൻസ് 8. സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഈ കോൺസെപ്റ്റ് തന്നെ എപ്പോഴും അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. ആകെ വേണ്ട രണ്ടാൾക്കാർ എന്താണ്, എയും ഡിയും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ചിലവർ ഒരു പ്രത്യേക തരം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അല്ലേ. ഇതാണ് നമ്മുടെ an എന്ന് പറയുന്നത് a + n - 1d ആൻഡ് x എന്ന് പഠിച്ചിട്ടുണ്ടാവും. ചിലവർ a-ന് പകരം x ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നോക്കിക്കോ, ഇവിടെ ഉണ്ടോ, a-ന് പകരം x ആയി, a-ന് പകരം f ആയി. ഫസ്റ്റ് ടേം ഞാൻ പറഞ്ഞു f എന്ന് വിളിക്കും, ബാക്കിയെല്ലാം സെയിം, ബാക്കിയെല്ലാം n - 1d സെയിം. ഇനി ചിലവർ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, xn = a + nb. a + nb, n - 1 എന്നല്ല nb എന്നാണ്. ഇനി ഇത് എഴുതുന്നവർക്ക് തെറ്റില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ രണ്ടാൾക്കാരും അലൻ സാർ പറയുന്ന പോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യും, കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷേ മെത്തേഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ മാത്സിൽ വ്യത്യാസമുള്ള ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടീഡ്. ഓക്കെ, അപ്പം ഇക്വേഷൻസ് എല്ലാവരും മനസ്സിലായി. അപ്പോൾ nth ടേമിൻ്റെ ഫോർമുല എന്നാട്ടോ ഇതിനെ പറയാം. nth ആളെ 10ാമത്തെയോ 150ാമത്തെയോ എത്രാമത്തെ ആളെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് a + n - 1 × d. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കണ്ണടച്ച് റിപ്പീറ്റ് ചെയ്യുക, an = a + n - 1d, a + n - 1d, അതാണ് an. അത് കിട്ടിയല്ലോ. ഇനി ആ ഫോർമുല ഒരിക്കലും മറക്കരുത്. അത് 10th വേണ്ടി മാത്രമല്ല, 11th, 12th എല്ലായിടത്തും യൂസ്ഫുൾ ആവും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? ആദ്യം തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ മാർച്ച് 2021 വന്ന, ഓക്കെ, അപ്പോൾ 2021 വന്ന എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പഠിച്ചിട്ട് തന്നെ നമ്മളെന്താണ് എക്സാം ലെവൽ എത്തി. കമോൺ, അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. ഇവിടെ തന്നിരിക്കുന്നത് കോമൺ ഡിഫറൻസ് 2 ഉള്ള ആളെ നമ്മൾ തിരഞ്ഞെടുക്കണം. കോമൺ ഡിഫറൻസ് 2. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 7, 10, 13 നമുക്ക് നോക്കാം. 7, 10, 13 ഇതിന് കോമൺ ഡിഫറൻസ് എത്രയാ? ഞാൻ 10 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ മൈനസ് ചെയ്യുന്നു. 10 - 7 എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടി 3. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കോമൺ ഡിഫറൻസ് 13 - 10 ചെയ്യുന്നു. 13 - 10 ചെയ്യുമ്പോൾ എനിക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 3. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. സോ ഫസ്റ്റ് ആൻസർ അല്ല, ഫസ്റ്റ് വൺ അല്ല. സെക്കൻഡ് വൺ നമുക്ക് നോക്കിയാലോ. സെക്കൻഡ് വണ്ണിലായിരിക്കും ചിലവരെല്ലാവരും തെറ്റിക്കുക. അപ്പോൾ 753 d അല്ല 3. അപ്പോൾ കോമൺ ഡിഫറൻസ് അറിയുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്യണേ. അത് വലിയ നമ്പറോ ചെറിയ നമ്പറോ ഒന്നും നോക്കണ്ട. അപ്പോൾ 5 - 7 എന്താണ്? 5ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എന്താണ്? ഓർമ്മയുണ്ടോ? എന്താണ് 5 - 7 എന്ന് പറയുമ്പോൾ? നിനക്ക് നെഗറ്റീവ് നമ്പേഴ്സ് അറിയില്ലെങ്കിൽ ഇതാ ആൻസർ -2 വരും. എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ 7 - 5 ചെയ്യുക അല്ലേ. വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. ആ മൈനസും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു. 10ാം ക്ലാസ്സിലും മിടുക്കന്മാരല്ലേ. കമോൺ, -2 കിട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് -2 ആണോ? -2 അല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ആളും അല്ല. ഇനി ആൻസർ കണ്ടു എന്താണ് ആൻസർ 3 ആണെന്ന്. പക്ഷെ അത് ഞാൻ എന്താണ് വേഗം 4ലേക്ക് സ്കിപ്പ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് 3ലേക്ക് തിരിച്ചു വരാം. ഇവിടെ നോക്കിയേ 258. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കോമൺ ഡിഫറൻസ് പറയുമ്പോൾ 5 - 2 3
കോമൺ ഡിഫറൻസ് എന്താണ് 8 മൈനസ് 5 അതും 3. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് ഉറപ്പിച്ചോ, അതുമല്ല ആൻസർ. മൂന്നാമത്തെ അല്ല, നാലാമത്തെ അല്ല. അപ്പോൾ ആൻസർ ആരായിരിക്കും? നിങ്ങൾക്ക് ഓബിയസ്ലി അറിയാമല്ലോ, നിങ്ങൾ മിടുക്കന്മാർ കണ്ടുപിടിച്ചു. എന്താണ്? 7 9 11 അല്ലേ? നോക്കിയേ, 7 9 11. ഇവിടെ എന്താ സമയം? കോമൺ ഡിഫറൻസ് അറിയുമ്പോൾ 9 മൈനസ് 7 വിച്ച് ഇസ് 2. കോമൺ ഡിഫറൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം, 11 മൈനസ് 9 അതും 2. അപ്പോൾ ആൻസർ എന്താണ്? 7 9 11 എന്ന് പറയുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വർക്കൗട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റും. ആകെ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഇവിടെയാണ്. നിങ്ങൾ ചോദിക്കുക 7 5 2 ആണ്, 5 3 2 ആണ്. പക്ഷെ മൈനസ് മറക്കരുത് കേട്ടോ, -2 ആണ്. 7 -2 ആഡ് ചെയ്യുമ്പോഴാണ് 5 വരിക. ഇതെന്താണ്? കുറഞ്ഞു വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആക്കാം. അപ്പോൾ തന്നെ എല്ലാവരും ആൻസർ ചെയ്യുക. ഫയർ ഇമോജീസ് ഒക്കെ പോരട്ടെ. ഓക്കെ, ചാറ്റിൽ ഫുൾ ഫയർ ഇമോജീസ് വരട്ടെ. Which arithmetic sequence has common difference 10? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാം ചെയ്യാൻ പോകുന്നില്ല, എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്താണ് 10 ഡിഫറൻസ് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? അപ്പം നമുക്കറിയാം 11 ഫസ്റ്റ് ടേം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് അടുത്ത് എന്ത് വരണം? 11 10 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? 21 കിട്ടണം. 21 10 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് 31 കിട്ടണം. അപ്പം അങ്ങനെയാണ് സീക്വൻസ് പോവാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ 11 20ലേക്കാണ് പോകുന്നത്, 20 29ലേക്കാണ്. കോമൺ ഡിഫറൻസ് ഇത്ര 9 ആണ് അല്ലേ? തെറ്റ്. ഇവിടെ കോമൺ ഡിഫറൻസ് 9 ആണ്. സെക്കൻഡ് എന്താണ് വരുന്നത്? 7 17ലേക്ക് പോകുന്നു. 7 + 10 17, 17 + 10 27. അപ്പോൾ ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് 10 ആണ്. കറക്റ്റാണ്. ഇതെന്താണ്? 27 17ലേക്ക് പോകുമ്പോൾ ചെക്ക് ചെയ്യണോ? നോക്കിയേ, 27 17ലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് എന്ന് ലെഫ്റ്റിലേക്ക് ആയിരിക്കണം കേട്ടോ. 17 - 27 അങ്ങനെ പറയുമ്പോൾ എന്താണ്? -10 വരും. ഇവിടെ കോമൺ ഡിഫറൻസ് -10 കേട്ടോ, -10. ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? 0 5, 5 10 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 5 - 0 5. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഇതാ ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി തന്നവർ എല്ലാവരും ചാറ്റിലിട്ടവർ അല്ലെ കമൻറ്റ് ചെയ്തവർക്കൊക്കെ കറക്റ്റ് ആൻസർ ആണ് 7 17 27. ആരും കൺഫ്യൂഷൻ ആവരുത്, സി ഓപ്ഷൻ ആയിട്ട് കേട്ടോ. അത് ചെറുതായി വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിന് കോമൺ ഡിഫറൻസ് -10. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which arithmetic sequence has common difference -3? -3 ചോദിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും കുറഞ്ഞ് വരണം അല്ലേ? അപ്പം ഒരു ഫസ്റ്റ് നമ്പർ ഉണ്ട്, അതിനോട് -3 വരുമ്പോൾ എന്താണ്? അടുത്ത നമ്പർ കുറയും. ഇപ്പോൾ 10 ആയിരുന്നെങ്കിൽ 7 ആയി, 7 ആണെങ്കിൽ 4 ആയി, 4 ആണെങ്കിൽ 1 ആയി, 1 ആണെങ്കിൽ -2 ആയി. കുറഞ്ഞ് വരണം. നോക്കിക്കേ, ഇതിൽ ആദ്യം നിങ്ങൾ നോക്കുക ഏതാണ് കുറയുന്നതെന്ന് നോക്കിക്കേ. നിങ്ങൾ കുറച്ച് ബുദ്ധി വെച്ച് നോക്കാം. 11 9 കുറയുന്നുണ്ട്, 7 5 3 കുറയുന്നുണ്ട്, 7 4 എല്ലാവരും കുറയുന്നുണ്ടല്ലോ. 0 5 10 അല്ല എന്ന് മനസ്സിലായല്ലോ? അതല്ല, കാരണം എന്താ? കൂടി വരുന്നത്. അതെന്താണേലും ആവില്ല. സിമ്പിൾ. ഇനി 11 9 7 നോക്കിയേ, 11 9 7. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ 9 - 11 -2. പക്ഷേ -3 ആണ് ചോദിച്ചത്. അപ്പോൾ ഇയാളല്ല. ഇവിടെ 7 5 3 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 7 അല്ല, 5 - 7. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ വിച്ച് ഇസ് -2. അതും അല്ല. ഇനി 7 4 1 അതായിരിക്കണമല്ലോ അല്ലേ ആൻസർ. 7 4 1 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എന്താ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 4 - 7 അതെന്താണ്? -3. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അതെന്താണ്? 1 - 4. അങ്ങനെ പറയുമ്പോൾ -3 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 7 4 1. അതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് -3. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു പ്രീവിയസ് ഇയർ അല്ലേ? പ്രീവിയസ് ഇയർ 2020 വന്ന് 1 മാർക്ക് അല്ല കേട്ടോ, ഇത് 2 മാർക്ക് ആയിരിക്കും. 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ ഡിഫറൻസ് 5. അപ്പോൾ ഇതിന് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ ആൻസർ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കാം. അത് ഇക്വേഷനൊക്കെ എഴുതുന്ന ഞാൻ പിന്നെ പഠിപ്പിച്ചിരാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ടേം 2 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്താണ്? 2 ആണ്. 2ൽ നിന്ന് കോമൺ ഡിഫറൻസ് വന്നത് 5 അല്ലേ? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? സെക്കൻഡ് ടേം പറ്റി അതിനോട് 5 ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനോട് 5 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് കഥ, അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താക്കാം? നമുക്ക് ആൻസർ ചെയ്യാം. 2 കഴിഞ്ഞിട്ട് +5 ചെയ്താൽ 7 കിട്ടും. 7ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ 12 കിട്ടും. 12നോട് 5 ആഡ് ചെയ്താൽ 17 കിട്ടും. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്.
നമ്മൾ സീക്വൻസ് എഴുതി, അതിൻ്റെ 4 ടേംസ് എഴുതി. പക്ഷെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഇതല്ല ചോദിക്കുന്നത്. റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഇൻ ഓൾജിബ്രിക് ഫോമാണ്. ഓക്കെ, അപ്പോൾ ഓൾജിബ്രിക് ഫോം ഞാൻ അടുത്ത ടോപ്പിക്കിൽ പഠിപ്പിക്കും. അപ്പം നിങ്ങളെല്ലാവരും ആൻസർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആൻസർ അറിയുന്നവർ ആൻസർ ചെയ്ത ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഇനി സെക്കൻഡ് നോക്കിക്കേ, സെക്കൻഡ് കാര്യം ചോദിക്കുന്നത് റൈറ്റ് ദ 11th ടേം. ഇതിൻ്റെ 11ാമത്തെ ടേം ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ. നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് കണ്ടാൽ മനസ്സിലാവും എന്താണ്. ഇതാണ് ഫസ്റ്റ് ടേം അല്ലേ. ഫസ്റ്റ് ടേം വേണം. ഇനി കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 5 ആണെന്ന്. ഈ 2 കാര്യമുണ്ട്. ആൻഡ് നിങ്ങളുടെ തലയിൽ ആ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ അല്ലേ, nth ടേമിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്താണ് ഇക്വേഷൻ? an is equal to a plus n minus 1 into d. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടെങ്കിൽ ആൻസർ കിട്ടിക്കോളും. നമ്മളോട് ചോദിച്ചത് 11th ടേം ആണ്. a(n)ന് പകരം a11 ആക്കാം. അപ്പോൾ a11 എന്ന് പറയുമ്പോൾ a plus 11 minus 1 into d. അങ്ങനെ പറയുമ്പോൾ a plus 10d. 10d അല്ലേ. നിങ്ങളിപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്, ആൻസർ 10d എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണ് a11. ആൻസർ ചെയ്തോ. a11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് a എന്താണ്? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അങ്ങോട്ട്. അപ്പോൾ 2 plus 10dക്ക് പകരം 10 into d പകരം 10 into 5 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 10 into 5. അപ്പോൾ 2 plus 10 into 5 ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് ചെയ്തുതരാം. a11 is equal to 2 plus 10 into 5. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ബോർഡ് മാസ്റ്റർ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അഡീഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആദ്യം 10 into 5 50. അപ്പോൾ 2 plus 50 ആൻസർ ഇസ് 52. ഇതിലെ ഈ സീക്വൻസിലെ 11ാമത്തെ ടേം 52 ആണ്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ ഓൾജിബ്രിക് ഫോം കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ ഒന്ന് കാണാം. കുറച്ച് ട്രിക്കി ആയിട്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് കാണാം. നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 അടുത്തുള്ള ടേംസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എപ്പോഴും സെയിം തന്നെയായിരിക്കും. അതാണ് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്, ആ വ്യത്യാസം അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ nth ടേം മൈനസ് n-1th ടേം എന്താണെന്ന് മനസ്സിലായോ? നോക്കിക്കേ, ഇപ്പം 1, 5, 9 പിന്നെ 13 വരും അല്ലേ. അപ്പോൾ an എന്ന് പറയുമ്പോൾ എന്താ? നമുക്കിപ്പം ഇയാളായിരിക്കാം, ഇയാളാണ് an. അങ്ങനെ പറയുമ്പോൾ എന്താ? ഇയാൾ a3, ഇയാൾ a2, ഇയാൾ a1, ഇത് a4. ഓക്കെ, കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് തൊട്ട് ലെഫ്റ്റിലുള്ള ആളെ മൈനസ് ചെയ്യുക. അപ്പോൾ a3 എന്താ മൈനസ് ചെയ്യുക? ഇവിടെ നോക്കി, കോമൺ ഡിഫറൻസ് പറയുമ്പോൾ a3 minus 1 എന്താ? 3 minus 1 എന്ന് പറയുമ്പോൾ 2, അതാണ് n-1. അപ്പോൾ a2. അപ്പോൾ a3 a2 മൈനസ് ചെയ്തേ 9 minus 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും എന്താണ് കിട്ടുക? 4 കിട്ടും. അതാണ് കോമൺ ഡിഫറൻസ്. അതാണ് ഈ ഫോർമുല പറയുന്നത് കേട്ടോ. ഈ ഫോർമുല കണ്ടിട്ട് ആരും പേടിക്കരുത്. റൈറ്റിലൊരു നമ്പർ മൈനസ് തൊട്ട് ലെഫ്റ്റിലുള്ള നമ്പർ n-1. a3 ആണെങ്കിൽ a2 മൈനസ് ചെയ്ത്, a4 എടുക്കുകയാണ് a3 മൈനസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യം, അത് മനസ്സിലായി. ഇത് നമുക്ക് അടുത്തുള്ള ടേംസ് വെച്ച് മൈനസ് ചെയ്യാം വളരെ സിമ്പിളായിട്ട്. പക്ഷെ ഒരു അടിപൊളി ഫോർമുല ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ് സാർ ഇത്? സിമ്പിളായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. ഈ ഇക്വേഷൻ അങ്ങനെ ഒന്ന് ബൈഹാർട്ട് ചെയ്യണ്ട. നമ്മളെന്താ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മനസ്സിലാക്കി ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ള രീതിയിൽ പഠിക്കുന്നു. നോക്കാം. ഇവിടെ നോക്കിയേ, ദ 5th ടേം ഓഫ് AP. നോക്കിയേ, 5ാമത്തെ ടേം എന്താണ്? 20 ആണെന്ന് പറയുന്നു. ആൻഡ് നമ്മളോട് പറയുന്നു 8th ടേം ഇസ് 32. 5ാമത്തെ ടേം എന്താണ്? 20 ആൻഡ് 8th ടേം 32. അപ്പോൾ നമുക്ക് ഞാൻ മാജിക്കൽ ഫോർമുല പറഞ്ഞു തന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3, 4. പിന്നെ 5ാമത്തെ ടേം എന്താ? 20. പിന്നെന്താണ്? 1, പിന്നെ 5 ആയി. ഇത് 5th ടേം ആട്ടോ. A5 കിട്ടി, A6, A7, പിന്നെ വരും 32. ഓക്കെ, ഇങ്ങനെയാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ 5ാമത്തെ ടേം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ 5ാമത്തെ ആള് 20യും 8ാമത്തെ ആൾ എന്താണ്? A8 എന്ന് പറഞ്ഞാൽ 32 ആണെന്ന് നമുക്കറിയാം. ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി പറ്റും. നമ്മളെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം 20ന്ന് ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ അല്ലേ, ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഇതെത്തി. അതൊന്ന് പിന്നെ ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 7ാമത്തെ ടേം എത്തി. അതൊന്ന് ഒരു ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 8th ടേം കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ 28ഉം 30 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 3D കിട്ടണം. 3D ആണ് ഡിഫറൻസ്. അപ്പോൾ 32 മൈനസ് 20 എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ തൊട്ടടുത്ത ടേം ആണെങ്കിൽ ഒരു ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കിട്ടും. ഇത് 3 എണ്ണം ഉണ്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ 3D എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 12 is equal to 3D. അപ്പോൾ D is equal to എന്താണ്? 12 divided by 3, 4 കിട്ടും. ഇത് കൊള്ളാം, പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷേ നിങ്ങൾക്ക്
10,000 ടേംസ് എടുക്കുക എന്നാലും അല്ലെങ്കിൽ 10 ടേംസ് എന്നാൽ നമുക്ക് പണിയല്ലേ, ഇതൊക്കെ വലിയ പണിയാണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേം കിട്ടിയില്ല. എന്നാലും ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ഇതൊക്കെ വായിക്കുകയാണ്, നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്യാം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ 5th ടേമിനെ നമ്മൾ വിളിക്കും A അണ്ടറിൽ താഴെ 5 അല്ലേ. അപ്പോൾ A5 ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20. A5 20, 5ാമത്തെ ടേം 20. A8 എന്താണ് 8ാമത്തെ ടേം എന്താണ് പറഞ്ഞത് 32. ഓക്കെ, ഇനി നമ്മൾ സ്മാർട്ടാണ്, നമുക്ക് ഇക്വേഷനൊക്കെ അറിയാം. നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇക്വേഷൻ? സൈഡിൽ എഴുതി തരാം. AN ഇസ് ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1D. അതല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറയും A5 എന്താണ്, നമുക്ക് ഇക്വേഷൻ രീതിയിലാക്കാം. A5 എന്ന് പറയുമ്പോൾ ഞാൻ ഡയറക്റ്റ് എഴുതാണ് A പ്ലസ് 5 മൈനസ് 1 പകരം 4 എഴുതുന്നു. ഞാൻ ഡയറക്റ്റ് എഴുതുന്നു, നമ്മൾ പഠിച്ച് തുടങ്ങി, ഇതൊക്കെ നമുക്കറിയാം. ആൻഡ് A8 എന്ന് പറയുമ്പോൾ എന്താണ് 8ാമത്തെ ടേം എന്ന് പറയുമ്പോൾ A പ്ലസ് 7D, 8 മൈനസ് 1 ഇൻറ്റു D. അതവിടെ എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നത് ഈ സാധനം കൊണ്ടിട്ട് ഇവിടെ വെക്കുന്നു. ഓക്കെ, ഈ സാധനം കൊണ്ടിട്ട് ഇവിടെ വെക്കുന്നു. ഇവിടെ A5ന് പകരം ഓക്കെ ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. ഓക്കെ, A5 എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിരുന്നു A പ്ലസ് 4D. A പ്ലസ് 4D ആണ് സർ 20 ആൻഡ് A പ്ലസ് 7D ആണ്. ഞാൻ ഈ ഇക്വേഷന് പകരം ഞാൻ A പ്ലസ് 7D എന്ന് എഴുതുന്നു ഇസ് ഈക്വൽ ടു 32 എന്ന് എഴുതും. ഓക്കെ സർ, ഇത് എഴുതുകൊണ്ട് എന്താ കാര്യം? വെയിറ്റ് ആൻഡ് വാച്ച്. ഇത് കഴിഞ്ഞിട്ട് മാജിക്കൽ ഫോർമുല ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ മെത്തേഡും ഞാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ഇതാ കാണിച്ചു തരാം. ഇതാണ് A5 കേട്ടോ, A5 ആണത്, A8 ആണത്. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പോൾ 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ, ഒരു ഇക്വേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. എയും ഡിയും ആണ് നമ്മുടെ 2 അറിയാത്ത വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഞാൻ 2 മെത്തേഡിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ മാനുവലി ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കി, അത് ഒട്ടും ഫീസിബിൾ അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ട് ക്വസ്റ്റ്യൻസിനൊക്കെ പറ്റും, പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റില്ല. ഈ മെത്തേഡും നല്ലൊരു മെത്തേഡാണ്. 2 ഇക്വേഷൻ ആക്കുന്നു, 2 വേരിയബിളിൽ സോൾവ് ചെയ്യുന്നു, കാണിച്ചു തരാം. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ചാം. സെക്കൻഡ് ഇക്വേഷന് ഞാൻ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. ഞാൻ 1 മൈനസ് 2 ചെയ്യാം. ഇവിടെ മൈനസ് വരും കേട്ടോ, ഇവിടെ മൊത്തം ഒരു മൈനസ് വരും. അങ്ങനെ പറയുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. അപ്പോൾ എയും കൂടി ആയിട്ട് A മൈനസ് A എന്ന് പറയുമ്പോൾ 0 ആയി കേട്ടോ. A പ്ലസ് A ഉണ്ട്, താഴെ മൈനസ് A ഉണ്ട്, 0 ആയി. 4D മൈനസ് 7D എന്ന് പറയുമ്പോൾ 4 മൈനസ് 7D എന്ന് പറയുമ്പോൾ മൈനസ് 3D. ഓക്കെ, ഇവിടെ എന്താണ് വരിക 20 മൈനസ് 32 എന്ന് പറയുമ്പോൾ 20 മൈനസ് 32, അപ്പോൾ എന്താണ് മൈനസ് 12. അപ്പോൾ മൈനസ് 3D ഈസ് ഈക്വൽ ടു മൈനസ് 12 കിട്ടി. ഓക്കെ, മൈനസ് 3D ഈസ് ഈക്വൽ ടു മൈനസ് 12 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇതൊന്ന് ഞാൻ വായിക്കുകയാണ്. മൈനസ് 3D ഇനി സോൾവ് ചെയ്താൽ മതി. മൈനസ് 3D ഈസ് ഈക്വൽ ടു മൈനസ് 12. ഞാൻ മൈനസ് 3നെ ഇങ്ങോട്ട് താഴേക്ക് ഡിവൈഡ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ D ഈസ് ഈക്വൽ ടു മൈനസ് 12 ബൈ മൈനസ് 3. മൈനസും കട്ടായിട്ട് D എന്ത് കിട്ടും 4. അതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. ഓക്കെ, അപ്പം ആൻസർ എന്തുകൊണ്ട് മറ്റേ പോലെ ചെയ്തുകൂടെ ഓരോന്ന് നോക്കുന്നത്? കാരണം അത് 3 ടേമിന് ഡിഫറൻസ് ഉള്ളൂ അല്ലേ. 5ാമത്തെ ടേം 8th ടേം. പക്ഷെ 10 ടേമോ അല്ലെങ്കിൽ 20 ടേം ഉണ്ടെങ്കിൽ എല്ലാം എഴുതി ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഇത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്താണ് ചെയ്യുക? ക്വസ്റ്റ്യനിൽ 2 വേരിയബിളാണ്, നമുക്ക് ഫസ്റ്റ് എയും കിട്ടണം ഡിയും കിട്ടണം, എന്നാലും നമുക്ക് ബാക്കിയുള്ള കണ്ടുപിടിക്കാനുള്ളൂ. കോമൺ ഡിഫറൻസ് കിട്ടി, പക്ഷേ 11ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? A പ്ലസ് 11 മൈനസ് 1D വേണം. അപ്പോൾ A വേണം. A എവിടെ നിന്ന് കിട്ടും? ദാ നിങ്ങൾ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. D എന്നുള്ള സംഭവം കിട്ടിയല്ലോ, D ഈസ് ഈക്വൽ ടു 4, അത് കിട്ടി. ഓക്കെ, D 4 ആണെന്ന് കിട്ടി. ഇനി ഈ D കൊണ്ടിട്ട് ഇവിടെ ഇട്ടാൽ പോരെ. ഇവിടെ A പ്ലസ് 4 Dന് പകരം D എന്താണ് 4 ഇടുക. A പ്ലസ് 4 × 4 20 കിട്ടി. അപ്പോൾ A മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ D എന്നുള്ള കാര്യം ഇക്വേഷൻ 1 ഇടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇക്വേഷൻ 2 ഇട്ടോ. അപ്പോൾ എന്ത് കിട്ടി? A പ്ലസ് 4D ഇസ് ഈക്വൽ ടു 20 എന്നുള്ള ഇക്വേഷനിൽ Dനെ ഞാൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. A പ്ലസ് 4 × 4 16 ആയി, ഇസ് 20. ഇനി എന്താ A എന്ന് പറയുമ്പോൾ 20 മൈനസ് 16. അപ്പോൾ A എന്ന് പറയുമ്പോൾ എന്താണ് 4. അപ്പോൾ ഫസ്റ്റ് ടേം 4 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. ഈസി. ശരിക്കും പറഞ്ഞത് 4ൻ്റെ ടേബിൾ അല്ലേ, ആലോചിച്ച് നോക്കിയാൽ. 4 × 5 20, 4 × 8 32. 4ൻ്റെ ടേബിൾ ആയിരുന്നു, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയി തന്നു. അപ്പോൾ എയും ഡിയും കിട്ടി, നിങ്ങൾക്ക് എല്ലാം കിട്ടി. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കമോൺ 11th ടേം ചോദിച്ചു. 11th ടേം കമോൺ 11th ടേം എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് തരാം. A11 എന്ന് പറയുമ്പോൾ A പ്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 11 മൈനസ് 1Dന് പകരം നമ്മൾ ഡയറക്റ്റ് എഴുതുന്നു 10D. അപ്പം എന്താണ് A പ്ലസ് എന്ന് പറയുമ്പോൾ 4 പ്ലസ് 10 × 4 which is 4 plus 40 which is 44. 11ാമത്തെ ടേം എന്ന് പറയുമ്പോൾ
4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 11th എന്താണ്? 4 × 11 44. സിമ്പിൾ ആൻസർ കിട്ടി. ഇനി ഇതൊരു ട്രിക്ക്. ഇത് നമ്മൾ എന്താണ് 2 ഇക്വേഷനാക്കി സോൾവ് ചെയ്തു, ആൻസർ കിട്ടി, ഡി കിട്ടി, അത് ഇക്വേഷനിലിട്ടു, പിന്നെ നമ്മൾ എയും കിട്ടി, എയും ഡിയും കിട്ടിയ പിന്നെ എല്ലാം കിട്ടി. ജിങ്കാലാല. ഓക്കെ, റെഡി? ഫയർ ഇമോജീസ് കാണാം ചാറ്റിൽ, ഫുൾ പവറോടെ തന്നെ. ഇനി ഞാൻ മാജിക്കൽ ട്രിക്ക് പറഞ്ഞതാണ്. ഓക്കെ, മാജിക്കൽ ട്രിക്ക്. നിങ്ങൾക്ക് എന്താണ് കിട്ടിയ 2 കാര്യങ്ങൾ? ഇതാ A5ഉം A8ഉം. A5ഉം A8ഉം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഒരു മാജിക് ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്, നിങ്ങൾ എല്ലാവരെയും പഠിച്ച് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കണം എന്നില്ല, ഇത് എല്ലാവർക്കും പറഞ്ഞു തരാത്തൊരു സീക്രട്ട് കോഡാണ്. നോക്കിയേ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? ടേമുകൾ 2 മൈനസ് ചെയ്യുക, 20യും 13യും മൈനസ് ചെയ്യുക. ഇനി ആ സെയിം ഓർഡറിൽ ഓക്കെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവർ എത്രാമത്തെ ആളാണെന്നുള്ളതും ഡിഫറൻസ് കണ്ടുപിടിക്കുക. കാണിച്ചു തരാം, വളരെ സിമ്പിൾ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പറാണല്ലോ ചെയ്യാറ് പൊതുവെ. അപ്പോൾ ഞാൻ 8th ടേം മൈനസ് എന്താണ് 5th ടേം, അപ്പം അങ്ങനെ പറഞ്ഞാൽ 8ാമത്തെ ടേമും 5ാമത്തെ ടേമും തമ്മിൽ മൈനസ് ചെയ്യുന്നു. ഇനി ഈ സെയിം ഓർഡറിൽ ഞാൻ 8 - 5 എടുത്ത് അല്ലേ, 8ാമത്തെ ആൾ മൈനസ് 5ാമത്തെ ആൾ, അതാണ് ടേം ഡിഫറൻസ്. ഇനി പൊസിഷൻ ഡിഫറൻസ്, 8ാമത്തെ ആളുടെ പൊസിഷൻ എന്താണ്? 8 അല്ലേ, 8ാമത്തെ ആളുടെ പൊസിഷൻ 8 മൈനസ് 5ാമത്തെ ആളുടെ പൊസിഷൻ എന്താണ്? 5. ആ സെയിം ഓർഡറിൽ എടുക്കണേ. ഇനി ഇതോടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. A8 എന്ന് പറയുമ്പോൾ എന്താണ്? A8 എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A8ന് പകരം നമ്മൾ 20 ഇടുന്നു, സോറി A8 എന്ന് പറയുമ്പോൾ 32 ഇടുന്നു, മൈനസ് A5 എന്ന് പറയുമ്പോൾ എന്താണ്? 20 ഇടുന്നു, ഡിവൈഡഡ് ബൈ 8 - 5 എന്ന് പറയുമ്പോൾ എന്താണ്? 3 കിട്ടി അല്ലേ, 3. ഇത് സോൾവ് ചെയ്യാൻ പറ്റൂലേ? എൻ്റെ കൂടെ ചെയ്തോളൂ എല്ലാവരും. 32 - 20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 അല്ലേ, 12 ഡിവൈഡ് ബൈ 3 is equal to 4. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ 2 ഇക്വേഷൻ എന്ന് ചെയ്യേണ്ട ഈ മാജിക്കൽ ഫോർമുല ഓർത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊരു ബോക്സിലാക്കി തരാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ്. ഓർഡർ എടുക്കുന്നത് ആദ്യം 8th ടേം മൈനസ് 5th ടേം ആണ്, താഴെ 8 - 5 വരണം. നിങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ താഴെയും തിരിച്ചെടുക്കണം, നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാം തെറ്റും കേട്ടോ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം തെറ്റാൻ ചാൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ സെയിം ആട്ടോ. നമ്മൾ D4 കിട്ടിയാൽ, ഡി കോമൺ ഡിഫറൻസ് 4 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? A5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം A + 4D ആണ്. ഇവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A + 7D നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് A കിട്ടിക്കോളും. ബാക്കിയുള്ളത് സെയിം A4 കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ ട്രിക്കും മനസ്സിലായി, മാനുവലി അനലൈസ് ചെയ്യുന്ന ട്രിക്ക് മനസ്സിലായി. അതാണ് ഇവിടെ കണ്ടത്, അല്ല ഇവിടെയല്ല, ഞാൻ മായ്ച്ചില്ല, അത് മായ്ച്ച് ജമ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 ഇക്വേഷൻ ആക്കി ചെയ്യുന്നത് കണ്ടുപിടിച്ചു, സിമ്പിൾ ട്രിക്കാണ്. അതുപോലെ നമ്മുടെ ലാസ്റ്റ് മാജിക്കൽ ഫോർമുല, കോമൺ ഡിഫറൻസിൻ്റെ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടും ആൻസർ ചെയ്തു. അപ്പോൾ എല്ലാ രീതികളും നിങ്ങൾ കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസും AP എങ്ങനെ ഫോം ചെയ്യുന്നത്, അരിത്തമെറ്റിക് സീക്വൻസിൽ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഓക്കെ, അടുത്തെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. The 5th term of an arithmetic sequence is 38. നമ്മൾ മാജിക്കൽ ഫോർമുല വെച്ച് ചെയ്യാം കേട്ടോ. And the 9th term is 66. What is the 25th term? ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ APൻ്റെ A ചോദിക്കുന്നില്ല, കോമൺ ഡിഫറൻസ് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. 25ാമത്തെ ടേം ഡയറക്റ്റ് വയ്ക്കുക. അപ്പോൾ 25ാമത്തെ ടേം കിട്ടണമെങ്കിൽ നമ്മൾ Aയും Dയും അറിയണം. അപ്പോൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ ഫോർമുല ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന കാര്യം A5 എന്ന് പറയുമ്പോൾ എന്താണ്? 5th ടേം എന്ന് പറയുമ്പോൾ 38 ആണ്. A9 അല്ലേ, 9th ടേം എന്ന് പറയുമ്പോൾ A9 is equal to 66. അങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? T എന്ന് പറഞ്ഞാൽ ഞാൻ ടേം ഡിഫറൻസ്, ഓക്കെ, A9 - A5 ഡിവൈഡ് ബൈ 9 - 5 പൊസിഷൻ ഡിഫറൻസ്. A9 എന്ന് പറയുമ്പോൾ 66 - 38 ഡിവൈഡഡ് ബൈ 9 - 5 എന്ന് പറയുമ്പോൾ 4. ഇവിടെ നോക്കിയാൽ 66 മൈനസ് എന്ന് പറയുമ്പോൾ 28 വരും അല്ലേ. 28 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടും 7. കോമൺ ഡിഫറൻസ് 7 ഒറ്റയടിക്ക് കിട്ടി. ഇതൊക്കെ 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 7. നമുക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് A കിട്ടണം. A എവിടെ നിന്ന് കിട്ടും? ഇവിടെ നോക്കി A5 എന്ന് പറഞ്ഞാൽ എന്താ? A + 5 - 1 × D, അതാണ് 4D. ഇവിടെ A + 8D. ഓക്കെ, ഞാൻ ഈ ഇക്വേഷൻ കണ്ടു, ഇക്വേഷൻ നമ്പർ 1 ഇതിന് പേരുന്നു. ഇതിൽ ഞാൻ 7നെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 7നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കിട്ടും, ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് തരാം. 38 is equal to A + 4 × D. അങ്ങനെ പറഞ്ഞാൽ A + 4 × 7 എന്ന് പറയുമ്പോൾ A + 28 കിട്ടി, ഇവിടെ 38. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് റീഅറേഞ്ച് തരാം.
ഓക്കെ, അപ്പം എന്ത് കിട്ടി? 38 28 മൈനസ് ചെയ്യുമ്പോൾ 38 മൈനസ് 28 ഇസ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 10. ഫസ്റ്റ് ടേം 10ഉം കോമൺ ഡിഫറൻസ് 7ഉം കിട്ടി. ആകെ 2 സ്റ്റെപ്പ്. ഒരെണ്ണം മാജിക് ഫോർമുല, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ടി എന്നുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എ കിട്ടി, ഡി കിട്ടി, എന്താണ് ബാക്കി? ഇനി നമുക്ക് ഒരു മാജിക്കൽ, നമ്മുടെ ഏറ്റവും ബേസിക് ഫോർമുല, nth ടേമിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പോവാ. 25th ടേം. 25th ടേം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? A25 is equal to A plus 25 minus 1D, 24D. അപ്പോൾ ചെയ്തോളൂ. എ എന്ന് പറയുമ്പോൾ 10 പ്ലസ് 24 ഇൻറ്റു 7. വലിയ കാൽക്കുലേഷൻ അല്ലേ? 24 ഇൻറ്റു 7. 24 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 7 140 ആണ്. 140 പ്ലസ് 4 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 28. അപ്പോൾ 168. അപ്പോൾ 168 10 പ്ലസ് 168 എന്ന് പറയുമ്പോൾ ആൻസർ വിൽ ബി 178. ആൻസർ എന്താണ്? ഫൈനൽ ആൻസർ 178. കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പൊക്കിത്തരാം. ഓക്കെ, 178 ആണ് ഫൈനൽ ആൻസർ. A25 എന്ന് പറയുമ്പോൾ A plus 24D. 10 ആണ് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് 7. 24 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 168 തന്നെ വരും. പിന്നെ 10 പ്ലസ് 168 178. സിമ്പിളായിട്ട് ആൻസർ ചെയ്തില്ലേ? നിങ്ങൾ ശീലമാകും തോറും സിമ്പിളായി വരും. ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാർ ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടതെന്നുള്ള പേടിയൊക്കെ വരും. കുഴപ്പമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ കൂടെ സോൾവ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ എക്സാമിനൊക്കെ ഫുൾ തകർത്ത് എഴുതാം. ഫൈനൽ എക്സാമിനും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് മോഡൽ 2021 എന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. What is the common difference of the arithmetic sequence 4, 10, 16? അയ്യേ, 4, 10, 16 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താ? നിങ്ങൾക്ക് എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസിന് ആദ്യം തന്നെ ഒരു മോഡൽ അല്ലെ പ്രീവിയസ് ഇയർ നോക്കിയാൽ എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക് ഇവിടെ നിന്ന് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? 10 മൈനസ് 4 ചെയ്യുന്നു. അതെന്താണ്? 10 മൈനസ് 4 എന്ന് പറയുമ്പോൾ 6. അല്ലെങ്കിൽ 16 മൈനസ് 10 ചെയ്യുന്നു. അതെന്താണ്? അതും 6. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 4 ഉണ്ട്, ഓപ്ഷനിൽ 4 ഉണ്ടല്ലോ സാർ, കറക്റ്റ് ആണെന്ന് കൊടുക്കരുത്. ആ തെറ്റായിരത്തി വരുത്തരുത്. കറക്റ്റ് ആൻസർ ഇസ് 6. കോമൺ ഡിഫറൻസ് 6 ആണ്. ഇക്വേഷൻ ചെക്ക് ചെയ്തോ? ഒരു മിനിറ്റ് എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ദി nth ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെയാണ് ഓൾജിബ്രേക്ക് ഫോം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഓൾജിബ്രേക്ക് ഫോം നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? an എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് ഫോർമുല അല്ലേ? ഇതാണ് ഫോർമുല. ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് പറയുകയാണ്, ഇതിനെ നമുക്ക് ഓൾജിബ്രേക്ക് ഫോം ആക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്കതിൽ അത് വരാം. ഓക്കെ, an എന്ന് പറയുമ്പോൾ 3 + 2n. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിനെ പറയും ഓൾജിബ്രേക്ക് ഫോം. ഈ പേര് കേട്ടിട്ട് പേടിക്കണ്ട. ഓൾജിബ്ര എന്ന് പറയുമ്പോൾ വേരിയബിൾസും നമ്പേഴ്സും വെച്ചിട്ട് ഒരു ഇക്വേഷനിൽ പറയുന്ന കാര്യമാണ് ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര പറയുന്നു, ഇതിലെ നമ്മുടെ എഴുത്ത് പറയുന്നു ഇതാണ് സീക്വൻസ്. നമ്മുടെ സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ 1 2 3 4 നമ്പറാണ് കാണാറ്. ഓക്കെ, നമ്മളതിനെ സീക്വൻസിലായിരുന്നു. ഇത് ഓൾജിബ്രേക്ക് ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം കാര്യത്തിന് എങ്ങനെയാണ് നമുക്ക് മാറ്റി നമ്മുടെ രീതിയിൽ കോമ്പേറ്റ് ആക്കാൻ പറ്റുന്നത്? സിമ്പിൾ. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനെ നമ്മൾ വിളിക്കും A അല്ലെങ്കിൽ A1. A1 എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ n ഉള്ളിടത്തൊക്കെ 1 ഇടാം. n ഉള്ളിടത്ത് 1 ഇടാം. അപ്പോൾ എന്ത് കിട്ടി? 3 + 2 × 1. അങ്ങനെ പറയുമ്പോൾ എന്താ? 3 + 2 5 കിട്ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ n ഉള്ളിടത്ത് 2 ഇടാം. അപ്പോൾ എന്ത് കിട്ടി? A2 എന്ന് പറയുമ്പോൾ 3 + 2 × 2. അങ്ങനെ പറയുമ്പോൾ 3 + 4 3 മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം കേട്ടോ, ബോർഡ് മാസ് റൂൾ. 2 × 2 എന്ന് പറയുമ്പോൾ 4 + 3 7. അടിപൊളി. A3 എന്ന് പറയുമ്പോൾ എന്താണ്? n ഉള്ളിടത്ത് 3 ഇട്ട് കൊടുക്കുക. 3 + 2 × 3. അപ്പോൾ എന്താണ്? 6 + 3 9. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ടേം 5, സെക്കൻഡ് 7 9. ഇതെങ്ങനെയാണ് വരിക നോക്കിയേ? 5 7 9. ബാക്കി നിങ്ങൾക്ക് ഗസ് ചെയ്തൂടെ? കോമൺ ഡിഫറൻസ് എന്താണ്? 7 - 5 2. 9 - 7 2. അപ്പോൾ 2 ആഡ് ചെയ്തോ 11. പിന്നെ എന്താണ്? 13. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ കോമ്പേറ്റ് എഴുതുന്നത്. ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് ഇത് സീക്വൻഷ്യൽ ഫോം. ഓക്കെ, സെയിം സംഭവമാണ്. അപ്പോൾ ഇതൊരു കോഡാണ്, നമുക്ക് പറഞ്ഞു തരും. ഈ ഒരു കോഡ് ഇത് വെറുതെ എഴുതുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇതല്ല, കോഡ് എഴുതി വെക്കാം. അപ്പോൾ ഈ കോഡിനെ നമ്മൾ വിളിക്കും ഓൾജിബ്രേക്ക് ഫോം. ചില ക്വസ്റ്റ്യനിൽ ഓൾജിബ്രേക്ക് ഫോം തന്നിട്ട് നമ്മളോട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സീക്വൻസ് തന്നിട്ട് നമ്മളോട് ഓൾജിബ്രേക്ക് ഫോം കണ്ടുപിടിക്കാൻ പറയും. എല്ലാത്തിൻ്റെയും ആൻസർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയോ? എല്ലാത്തിൻ്റെയും ആൻസർ ലൈസ് ഹിയർ. an is equal to
എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഈ ഫോർമുലയിലാണ് നിങ്ങൾ ഇങ്ങോട്ടാക്കാൻ പറഞ്ഞാലും അങ്ങോട്ടാക്കാനും എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ ഫോർമുല എല്ലാവർക്കും അറിയാലോ, അറിഞ്ഞിരിക്കണം, ബൈ ഹാർട്ട് ചെയ്യുക. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചത് എന്താണ്? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ശരിക്കും പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഡി ആയിരുന്നു ഇവിടെ സംഭവിക്കുന്നത്. അത് ഞാൻ എങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ 5 മൈനസ് 6n അതാണ്. ഓക്കെ, ഈ സീക്വൻസിൻ്റെ പരിപാടി 5 മൈനസ് 6n ആണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ്, ഹെൻസ് റൈറ്റ് ദ ഫസ്റ്റ് 4 ടേംസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിലേക്ക് A1 ഇടുന്നു, A2 ഇടുന്നു, A3 ഇടുന്നു, A4 ഇടുന്നു. അപ്പോൾ തന്നെ നമുക്ക് സീക്വൻസിൻ്റെ സ്വഭാവം മൊത്തം മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷനുടെ സൈഡിൽ വെക്കാം. ഇനി നോക്കിക്കോ, an എന്ന് പറഞ്ഞാൽ 5 മൈനസ് 6n. ഓക്കെ, ഇതിൻ്റെ ട്രിക്സ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ A1 നമുക്ക് വേണം ഫസ്റ്റ് ടേം. A1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 6 ഇൻറ്റു 1. അതെന്താണ്? 5 മൈനസ് 6 എന്ന് പറയുമ്പോൾ -1. ഇനി A2 എന്ന് പറയുമ്പോൾ എന്താണ്? 5 മൈനസ് 6 ഇൻറ്റു എന്നുള്ളിടത്തൊക്കെ 2 ആക്കാം. 5 മൈനസ് 6 ഇൻറ്റു 2 അപ്പോൾ എന്താണ്? 5 മൈനസ് 12 അപ്പം -7. ഓക്കെ, ഇനി A3 എന്താണ്? 5 മൈനസ് 6 ഇൻറ്റു 3 അങ്ങനെ പറയുമ്പോൾ 18. അപ്പോൾ എന്ത് കിട്ടി? ഇത് പിന്നെ ഒരു -6 ആവുന്നുണ്ട് അല്ലേ? -1 നിന്ന് -7ലേക്ക് -6, പിന്നെ ഒരു -6 പറയുമ്പോൾ -13. അടുത്ത ടേം എനിക്ക് സിമ്പിളായിട്ട് ഗസ് ചെയ്യാം, എന്താണ്? -19 ആയിക്കോളും. ഓക്കെ, 5 മൈനസ് 6 ഇൻറ്റു 4. 6 ഇൻറ്റു 4 -24. 24 നിന്ന് 5 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -19. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 ടേംസ് കണ്ടുപിടിച്ചു. ഓക്കെ, പക്ഷേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചില്ല. കോമൺ ഡിഫറൻസ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ്റെ സീക്വൻസ്: -1, -7, -13, -19. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, -7 നിന്ന് സാർ -1നെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും -6 അല്ലേ? അതെങ്ങനെയാണ്? ഒന്ന് ഞാൻ കാണിച്ചു തരാം, പക്ഷേ ട്രിക്ക് കാണിച്ചു തരാൻ പോകും. ട്രിക്കിന് വെയിറ്റ് ചെയ്യില്ല. കമാ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? -7 നിന്ന് മൈനസ് ചെയ്യുക എന്ത്? തൊട്ട് മുമ്പത്തെ നമ്പറിന്. ഇവിടെ എല്ലാവരും തെറ്റ് വരുത്തുക, സാർ -7 -1 ഇട്ടാൽ പോരെ. ഇല്ല, -7ൽ നിന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ നമ്പർ മൈനസ് ചെയ്യണം. -7 -1. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്നിട്ട് -7 പ്ലസ് മൈനസ് അടുത്ത് വരുമ്പോൾ പ്ലസ്. അപ്പം എന്നിട്ട് -7 + 1 അതാണ് -6. കോമൺ ഡിഫറൻസ് -6 ആണ്. ഓക്കെ, ഇനി ഇത് മനസ്സിലാത്തത് ഒരു സിമ്പിൾ ട്രിക്ക് അല്ല. ഓൾജിബ്രിക് ഫോം തന്നിട്ട് നിങ്ങളോട് എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ആൻസർ, ഇതൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇവിടെ 5 മൈനസ് 6n തന്നു. ഓക്കെ, നോക്കിയേ, an = 5 മൈനസ് 6n. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് എന്താ അറിയോ? കോമൺ ഡിഫറൻസ് വിൽ ഓൾവേസ് ബി ദ കോഎഫിഷ്യന്റ് ഓഫ് n. എന്നിൻ്റെ തൊട്ടടുത്ത് ആരാണുള്ളത്? എന്നിൻ്റെ കൂടെ ഏത് നമ്പർ ആണുള്ളത്? നിങ്ങൾ പറയും സാർ 6 ആണെന്ന്. അല്ലല്ല, -6 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് -6 അല്ലേ കിട്ടിയത്? അപ്പം അതാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? എന്താണ് ചെയ്തത്? an = 3 + 2n. അങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലെ തിരിഞ്ഞിട്ടെന്തോ ആണ്. ഓക്കെ, ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കേ, ചാറ്റിൽ എല്ലാവരും ആൻസർ ചെയ്യുക. 3 ആണോ? അല്ലല്ല, എന്നിൻ്റെ കൂടെയുള്ള ആൾ അല്ലേ? എന്നിൻ്റെ കൂടെ -2 ആണോ? അല്ല, +2. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എന്നിൻ്റെ കൂടെയുള്ള ആൾ. ഞാൻ അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ആ ക്വസ്റ്റ്യൻ ഇതാണ്: an = 14 മൈനസ് 19d. ഓക്കെ, 19d അല്ല 19n. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സാർ എന്നിൻ്റെ കൂടെയുള്ള ആൾ എന്താണ്? d = -19. ഉണ്ടോ? എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എപ്പോഴും ആൻസർ വരിക. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റനിൽ കാണിച്ചു തരണം, നമ്മൾ കണ്ടുപിടിച്ചത് 3 + 2n. കോമൺ ഡിഫറൻസ് എന്താണ്? 2 അല്ലേ? 5, 7, 9, 11. നോക്കിയേ, 2 അല്ലേ 3ൻ്റെ കൂടെ അല്ലെ എന്നിൻ്റെ കൂടെ? അത്രേ ഉള്ളൂ. ട്രിക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ഓൾജിബ്രിക് ഫോം വന്നാൽ ഒറ്റയടിക്ക് ഇങ്ങനെ ട്രിക്ക് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ -1 ആണ്. കോമൺ ഡിഫറൻസ് -6 ആണ്. 4 ടേംസും എഴുതി. അപ്പോൾ നമ്മൾ മോഡൽ 2021 2 മാർക്ക് സിമ്പിളായിട്ട് അടിപൊളിച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താ വരുന്നതെന്ന്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് 3n + 2. നേരത്തെ 3 + 2n ആയിരുന്നു, ഇത് 3n + 2. ക്വസ്റ്റ്യൻ വ്യത്യാസമാണ്. ഓൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 3n + 2. ഞാൻ പറഞ്ഞു ഓൾജിബ്രിക് രീതിയിൽ വേരിയബിൾ ഒക്കെ വെച്ച് എഴുതുന്നത് ഇതാണ് അതിൻ്റെ രീതി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഇസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ n-ന് 1 കൊടുക്കാൻ നമുക്ക് ആദ്യത്തെ ആളെ വേണം. അപ്പോൾ a1 എന്ന് പറയുമ്പോൾ എന്താണ്? 3 × 1 + 2. അങ്ങനെ പറയുമ്പോൾ 3 + 2 5. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 5. ഇനി വേണ്ടത് എന്താണ്? നിങ്ങളോട് കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം?
ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 3 ആണെന്ന് അറിയാമല്ലേ, എന്നിൻ്റെ കൂടെയുള്ള 3 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 10th ടേം ചോദിച്ചു. അപ്പോൾ A10 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ A10 എത്രയാണ്? നിങ്ങൾ നീ മൊത്തം കണ്ടുപിടിക്കണം. A+n-1D വേണ്ട, n ഉള്ളിടത്ത് 10 ഇടാം. അപ്പോൾ 3 × 10 + 2 അപ്പോൾ എത്രയാ? 32 വരും അല്ലേ. 30 + 2 32. സിമ്പിളാണല്ലോ. ഇത് 2 മാർക്കിന് മാർച്ച് 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്രേ ഉള്ളൂ. ഈ 2 ലൈനിൽ ആൻസർ ചെയ്യാൻ പറ്റും. എന്നിന് എത്രാമത്തെ സ്ഥാനമാണ് വേണ്ടത് അത് കൊടുക്കുക, ആ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് ആ സ്ഥലം നമ്പർ തിരിച്ചു തന്നോളും. ഓൾജിബ്രിക് ഫോം വളരെ മാജിക്കലാണ്. ഓക്കെ, റെഡി? ഇനി അത് സെയിം ക്വസ്റ്റ്യൻ, ആ സെയിം ക്വസ്റ്റ്യൻ മോഡൽ 2021 വന്നിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ മാർച്ച് ആ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടില്ലേ? അപ്പം അങ്ങനെയൊക്കെ സിമ്പിൾ കാര്യങ്ങളെ വരിക. ഗിവൻ ദി nth ടേം, nth ടേമിൻ്റെ ഫോർമുല 6n + 2 ആണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് ആൻഡ് റൈറ്റ് ദ സീക്വൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കറിയാം എന്ന് ഇവർ തന്നത് എന്താണ്? 6n + 2. നിങ്ങളെല്ലാവരും വേഗം ആൻസർ ചെയ്തേ. എന്താണ് കോമൺ ഡിഫറൻസ്? എന്നിൻ്റെ കൂടെയുള്ള ആൾ. എന്നിൻ്റെ കൂടെ ആരാണുള്ളത്? 6. പോസിറ്റീവ് 6 ആയതുകൊണ്ട് നമുക്ക് 6 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം എഴുതാം. ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കഴിഞ്ഞു. ഫസ്റ്റ് ടേം നോക്കാം. A1 എന്ന് പറയുമ്പോൾ 6 × 1 + 2 8 ആണ്. 6 + 2 8. ഫസ്റ്റ് ടേം 8ഉം കോമൺ ഡിഫറൻസ് 6. കമോൺ, എല്ലാവരും കുറച്ച് സ്പീഡിൽ ഉഷാറായിട്ട് പോരട്ടെ. 8 ആണ് ഫസ്റ്റ് ടേം. അതിനോട് 6 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 14 കിട്ടും. അതിനോട് 6 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 കിട്ടും. അതിനോട് 6 ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടും. അതിനോട് 6 ആഡ് ചെയ്യുമ്പോൾ 30. ധാരാളം. 4 ടേമൊക്കെ ധാരാളം. സീക്വൻസ് മൊത്തം നിങ്ങൾ പേപ്പർ കഴിയുന്നവരെ എഴുതേണ്ട ആവശ്യമില്ല. 4 എണ്ണക്കം മതി. പിന്നെ ഡോട്ട് 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 ഇടാം. നോക്കി കറക്റ്റ് അല്ലേ? എന്നാ 6ന് 1 എന്താ? 6 + 2 8, 12 + 2 14, 18 + 2 20, 22 + 2 എല്ലാം റെഡി. ഓക്കെ, റെഡി? എല്ലാം റെഡി ആണല്ലോ. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 24 അല്ല കേട്ടോ. ആൻസറിൻ്റെ സ്മോൾ മിസ്റ്റേക്ക്. 24 അല്ല, 26ഉം 32 ആണ്. ഇത് 6 ആഡ് ചെയ്യണം. ഇവിടെ 6 ആഡ് ചെയ്തു, ഇവിടെയും 6 ആഡ് ചെയ്തു, ഇവിടെയും 6 ആഡ് ചെയ്തു, ഇവിടെയും 6 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്സ് ഓണപരീക്ഷയിലും ഫൈനൽ പരീക്ഷയിലും വരുത്തരുത്. ഒന്ന് ചെക്ക് ചെയ്യുക, വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ എന്തൊരു ഒരു പന്തികേട് തോന്നും. പന്തികേട് തോന്നിയാൽ പ്രശ്നം ഉണ്ടെന്നാ. ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി വരുന്ന ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. നമുക്ക് വായിച്ചു നോക്കാം. റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 8 ആൻഡ് കോമൺ ഡിഫറൻസ് 3. ഫസ്റ്റ് ടേം 8ഉം കോമൺ ഡിഫറൻസ് 3 ഉള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഫസ്റ്റ് ടേം 8 ആണ്. A എന്ന് പറയുമ്പോൾ 8, കോമൺ ഡിഫറൻസ് 3. ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതി കൂടെ. 8 11 ആഡ് ചെയ്യുന്നു. 11ലേക്ക് 8 3 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടി. അതിന് 3 ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടി. അതിന് 3 ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടി. സിമ്പിൾ പരിപാടി. പക്ഷേ ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം തന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. എങ്ങനെയാണ്? നമുക്ക് എന്തൊക്കെ ഫോർമുല ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്? ഒരു ഫോർമുലയും കോമൺ ഡിഫറൻസിൻ്റെ ഒരു മാജിക് ഫോർമുല അല്ലേ. അപ്പം നമ്മുടെ nth ടേമിൻ്റെ ഫോർമുല എന്താ? an എന്ന് പറഞ്ഞാൽ A + n-1 × d. ഈ ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. എന്താണ് ആ ഡിഫറൻസ്? നമുക്ക് an അങ്ങനെ തന്നെ വേണം അല്ലേ. പൊതുവെ എപ്പോഴും ഓൾജിബ്രിക് ഫോം വരുമ്പോൾ നമുക്ക് an അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെന്താണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? നിങ്ങൾ ആലോചിക്കാം. ഇവിടെ ഒരു n എന്ന് പറഞ്ഞ ആളുണ്ട് അല്ലേ. ഓൾജിബ്രിക് ഫോമിൽ എപ്പോഴും n അങ്ങനെ തന്നെ ഉണ്ടാവും. നോക്കിയേ, ഇവിടെയും n ഉണ്ട്, 3n + 2. ഇവിടെയും n ഉണ്ട്. അപ്പോൾ n അല്ലാണ്ട് ബാക്കി എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എയും ഡിയും നമുക്കറിയാം 8ഉം 3 ആണ്. അത് നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിന് വാല്യൂ ഇടണ്ട. എന്നിന് വാല്യൂ ഇടാണ്ട് അങ്ങനെ വെച്ചാൽ ഓൾജിബ്രിക് ഫോമായി. ആ മൊത്തം പരിപാടി അങ്ങ് ചെയ്യരുത്. എന്നിനെ ബാക്കി വെച്ച് ചെയ്താൽ സംഭവം സെറ്റായി. അപ്പോൾ എന് നമ്മൾ 8 കൊടുക്കുന്നു, ഡിന് നമ്മൾ 3 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? an = 8 + 3 × n-1. കഴിഞ്ഞോ? ഇങ്ങനെയല്ല നമ്മൾ പൊതുവേ കാണാറ്. 2 ടേമുകളല്ലേ, കുഞ്ഞു കുഞ്ഞു ടേം. അതാണ് ഓൾജിബ്രിക് ഫോമിൻ്റെ രസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 3 × n-ഉം 3 × -1. അപ്പോൾ എന്ത് കിട്ടി? 8 + 3n - 3. 3 × -1 എന്ന് പറയുമ്പോൾ -3 കിട്ടി. ഇനി ഒന്നും കൂടി സോൾവ് ചെയ്യാം. 8 - 3 ആയ എന്ത് കിട്ടും? 8 - 3 ആകുമ്പോൾ 5 + 3n. അപ്പോൾ 5 + 3n ആണ് ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം. ഇനി ഞാൻ ഒന്നും കൂടി വേണം. നിങ്ങൾ ചിലപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? സാർ തെറ്റാണോ? ഇങ്ങനെ തിരിച്ച് കിട്ടിയാലും ഒരു തെറ്റ് വരാം. ഇങ്ങനെ കിട്ടും 3n + 5. ഇതും കറക്റ്റ് ആണോ? ഡെഫിനറ്റ്ലി. അത് ഇങ്ങോട്ടും മാറിയാൽ ഓർഡർ മാറിയാൽ കുഴപ്പമില്ല. ആൻസർ ഇസ് കറക്റ്റ്. കാരണം അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നോക്കിക്കേ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാം. 3n + 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 × 1 + 5 എന്ന് പറയുമ്പോൾ 3 + 5 8. കറക്റ്റ്.
3 into 2 നമുക്ക് സെക്കൻഡ് ടേം നോക്കാം. 3 into 2 6 plus 5 11 കറക്റ്റ്. 3 into 3 9 plus 5 14 കറക്റ്റ് ആണല്ലോ. 3 into 4 12 plus 5 17 കറക്റ്റ് പക്ക. ഇതാണ് ഉറപ്പിച്ചോ. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്പേഴ്സ് തന്നു, നമ്മൾ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇവിടെ ഓൾജിബ്രിക് ഫോം തന്നു, നമുക്ക് കോമൺ ഡിഫറൻസും എയും ആ സീക്വൻസ് മൊത്തം കണ്ടുപിടിക്കാനും പഠിച്ചു. റെഡി അല്ലേ? എല്ലാവരും ഫയർ ഇമോജീസ് ഇടുക, അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റനാണ് എക്സാമിന് വരുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി ഓരോ ക്വസ്റ്റൻ ചെയ്താൽ നിങ്ങൾ സെറ്റായി. ഇനി നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആവേണ്ട സമയം. ഓക്കെ, നമ്മൾ ചാപ്റ്റർ കുറേ പഠിച്ചു, nth ഫോർമുല പഠിച്ചു, കോമൺ ഡിഫറൻസ് പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, എല്ലാം പഠിച്ചു. ഇനി ഒരു അടിപൊളിയായിട്ടുള്ള അലൻ സാറിന് ഈ ചാപ്റ്ററിലെ പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഫേവറേറ്റ് ആയിരിക്കണം. കാരണം സിമ്പിൾ എന്ന് പറയുന്നത് ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ അല്ല. ആൻഡ് ക്ലിക്ക് ആവാൻ ചെറിയ ബുദ്ധിമുട്ട്. ക്ലിക്ക് ആയി കഴിഞ്ഞാൽ രസമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരിക, ചോദിച്ചു നോക്കി ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റുമോ. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. അലൻ സാറിൻ്റെ ചാലഞ്ചാണ് ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പ്രീവിയസ് ഇയർ 2021 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റനാണ്. എന്നാലോ 1 മിനിറ്റ് പോലും എടുക്കില്ല. ക്ലിക്ക് ആയി കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ എടുക്കില്ല. ഓക്കെ, അപ്പോൾ റെഡി ആയിരിക്കുക, ഫുൾ എക്സൈറ്റഡ് ആയിരിക്കുക. ഞാൻ ഇത് അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ തരാം. ഓക്കെ രസം. ഓക്കെ, ഇനി ഫിൽ അപ്പ് ദി എംപ്റ്റി സെൽസ് ഓഫ് ദ ഗിവൺ സ്ക്വയർ. സുഡോക്കോ ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെ ക്രോസ് വേർഡ് ഒക്കെ ചെയ്യുന്ന പോലെ ഈ എംപ്റ്റി സെൽസ് ഫിൽ ചെയ്യണം. ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ടല്ല. സച്ച് ദാറ്റ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ, ഈച്ച് കോളം ആൻഡ് ബോത്ത് ഡയഗണൽസ് ഫോം ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഡയഗ്രാമിൽ സ്ക്വയറിൽ ഈച്ച് റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു റോ അല്ലേ, ഇതൊരു റോ ആ. ഓരോ റോകൾ ഇതൊക്കെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. ഓക്കെ, 3-13 -7 അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. അത് മാത്രമല്ല, അത് പോരാതെ താഴേക്ക് നോക്കിയേ, ഈച്ച് കോളം, ഇത് താഴേക്കോ മേലേക്കോ കുഴപ്പമില്ല, ഒരു കോളം അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാം, എങ്ങനെയാലും ഒപ്പിക്കാം. ഇനി അതൊന്നും പോരാതെ ഇവർ വേറൊരു പണി പറഞ്ഞിട്ടുണ്ട്. ഡയഗണൽസ് 2 എണ്ണം AP ആയിരിക്കണം, അല്ലെ AS ആയിരിക്കും, അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. ഇതുണ്ടോ, ഇതും അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം. അപ്പോൾ ഗ്രീൻ കളറിൽ നിങ്ങൾ റോ 3 എണ്ണം ഉണ്ടാവണം, താഴേക്ക് 3 എണ്ണം ഉണ്ടാവും, ഡയഗണൽസും AP ആയിരിക്കണം. അപ്പം നമുക്ക് എന്താണ് വൃത്തിയിൽ വരയ്ക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് ഇത് സോൾവ് ചെയ്യാം. നല്ല രസകരമായിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്വസ്റ്റൻ ആണ് ഈ ചാപ്റ്ററിലെ. അപ്പോൾ നമ്മൾ ഇത് സ്ക്വയർ വരച്ചു. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ വരകളും വരയ്ക്കാം. അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് വരിക, ആൻഡ് ഇവിടെ വരും. നല്ല രസമല്ലേ? ഇനി നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ക്വസ്റ്റനിൽ വളരെ മിനിമൽ കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്ലിക്ക് ആവാൻ 1 സെക്കൻഡ് എടുക്കും. 1 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി തന്നെ സെയിം. 3 13 7 മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. 3 തന്നിട്ടുണ്ട്, 13 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു AP കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം വരയ്ക്കണം, കോമൺ ഡിഫറൻസ് പറയണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഫസ്റ്റ് തന്നെ നിങ്ങൾ 2 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഫസ്റ്റ് റോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡയഗണൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ 3 എണ്ണത്തിൽ എവിടെ തുടങ്ങിയാലും കുഴപ്പമില്ല, ആൻസർ അവസാനം എത്തിയിരിക്കും. ഞാൻ ഗ്യാരണ്ടി, സെയിം ആൻസർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കണ്ണും പൊട്ടി ഇത് മാത്രം ആലോചിക്കുക. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസാണ്. ഓക്കെ, ഞാൻ സൈഡിൽ എഴുതി കാണിച്ചിട്ട് എന്നിട്ട് നമ്മളിത് വൃത്തിയിൽ വരയ്ക്കും. 3-13 3-13 ഫസ്റ്റ് ടേം എന്താണ്? A1 എന്ന് പറയുമ്പോൾ 3, നമുക്ക് സെക്കൻഡ് ടേം അറിയില്ല. തേർഡ് ടേം എന്താണെന്ന് നമുക്ക് അറിയാം, 13. ഓക്കെ, സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. 2 ടേംസിൻ്റെ ഇടയ്ക്കുള്ള ടേംസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ പഠിക്കുന്നത്. അപ്പം ഇയാളുടെയും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചൊരു വാക്കുണ്ട്, എന്താണ്? അരിത്തമെറ്റിക് മീൻ എന്ന് പറയും. ഓക്കെ, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ആവറേജ് കേട്ടിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം പഠിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ 2 ആൾക്കാരെ നടുക്ക് വരുന്ന ആളാണ് ഇവൻ. ഓക്കെ, 3 ഇവിടെയാണ്, 13 ഇവിടെയാണെങ്കിൽ 2ൻ്റെ ഇടയ്ക്ക് ഈക്വി ഡിസ്റ്റൻസ് നടുക്കിൽ വരുന്ന ആരായിരിക്കും? ആരാണ്? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ അറിയെങ്കിൽ നിങ്ങൾക്കറിയാം 3 + 13 2 നമ്പർ ആഡ് ചെയ്യുക, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ എന്താണ്? 16ൻ്റെ പകുതി 8. 8 എന്ന് പറഞ്ഞാൽ 3ൻ്റെ അടുത്തേക്ക് 5 ഡിസ്റ്റൻസ് ഉണ്ട്, ആ 8ന്ന് പിന്നെന്താണ് 5 ഡിസ്റ്റൻസ് 13ലേക്കും ഉണ്ട്. അതാണ് അരിത്തമെറ്റിക് മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. ഇനി ഇതറിയാത്തവരൊന്നും പേടിക്കേണ്ട, ഞാൻ സാർ AP വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചു തരാം. സെയിം കോൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ഒരു സിമ്പിൾ ട്രിക്ക് ഉള്ളൂ. ഇവിടെ നിന്ന് APയിൽ സംഭവിക്കുക അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെ അരിത്തമെറ്റിക് സീക്വൻസിൽ D ആഡ് ആയി, സിമ്പിൾ. ഇനി ഇവിടെ നിന്ന് എന്താണ്? പിന്നെ ഒരു D ആഡ് ആയി. അപ്പം ഫസ്റ്റ് ടേം നമുക്കറിയാം എന്താണ്? 3 ആണെന്ന്. ആൻഡ് A
3 എന്ന് പറയുമ്പോൾ എന്താ എ പ്ലസ് 2d അല്ലേ, എ പ്ലസ് 2d അല്ലേ, ഒരു ഡി ആഡ് ഒരു ഡി ആഡ്, അപ്പം എന്താ കിട്ടിയത് നമുക്ക് 13 കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരെ. എ നിങ്ങൾക്കറിയാം, എ കൊണ്ട് ഇവിടെ ഇടാം. അപ്പം എന്താണ് 3 + 2d = 13. 3 ഇങ്ങോട്ട് പോകുമ്പോൾ 2d = 10, d = 5. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് പറയുമ്പോൾ എന്താ 5, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കും, രണ്ടിനും നടുക്കുള്ള ആൾ എപ്പോഴും അങ്ങനെയായിരിക്കും. നോക്കിയേ, കോമൺ ഡിഫറൻസ് 5 ആണ്, 3 + 5 എന്താണ് 8 കിട്ടി. സെയിം കാര്യമല്ലേ, സെയിം കാര്യമല്ലേ. അപ്പോൾ ആൻസറിന് വിശ്വാസമായല്ലോ, അരിത്തമെറ്റിക് മീനും ഇതും വെച്ചിട്ട് വർക്ക് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് നടുക്ക് വരുന്ന ആൾ 8 കിട്ടി. കാരണം എന്താണ് 3 + 5 8. ഞാൻ വേറെ കളറിൽ ആൻസർ ചെയ്യും, സോ ദാറ്റ് നമുക്ക് മനസ്സിലാവും നമ്മൾ ഫില്ല് ചെയ്തതാണ്. 3 + 5 8, 8 + 5 13. സെറ്റ്, ഫസ്റ്റ് റോ കിട്ടി. അപ്പോൾ ഫസ്റ്റ് മാത്രമേ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, ബാക്കി ഇങ്ങനെ ടക്ക് 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 എന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേണ്ടത് എന്താണ്, നമുക്കിനി ഫസ്റ്റ് കോളം എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കോളം എന്താണ്, ഒരു എ പി ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ അരിത്തമെറ്റിക് സീക്വൻസ് 3-7. നമ്മൾ അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കുകയാണ്, എന്ത് കിട്ടും, രണ്ടിനും നടുക്കുള്ള ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാം അല്ലേ, 5 ആയിരിക്കും അല്ലേ. 3 2 പിന്നെ 2 5. 3 + 7 / 2 അങ്ങനെ പറയുമ്പോൾ 10 / 2 5. ഇതിന് നടുക്ക് വരുന്ന ടേം എന്താണ്, അപ്പം ഈസി 5 ആണ്. 5 ആണെന്ന് ഉറപ്പിച്ചോ, ഞാൻ ഗ്യാരണ്ടി ചെയ്തിട്ട് പറയാം 5 ആണെന്ന്. നിങ്ങൾക്കല്ല സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, 3 + എന്തോ ഒരു ഡി ഉണ്ട് അല്ലേ, അത് പ്ലസ് ഒരു ഡി, 5 + d ആണ് 7. 5 എന്താ നമുക്ക് അറിയില്ല കേട്ടോ, അവിടെ അങ്ങ് മായച്ചു വെച്ചോ. ഓക്കെ, അപ്പം എന്താണ് 3 + 2d അല്ലേ, 3 കഴിഞ്ഞിട്ട് ഒരു ഡി പിന്നെ ഒരു ഡി ആണ് എന്ത് നമുക്ക് കിട്ടിയേ 7. അപ്പോൾ 3 ഇങ്ങോട്ട് പോയാൽ 2d = 4, d എന്ന് പറയുമ്പോൾ 2i. അപ്പോൾ 3 + എന്താണ് d എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്തായിട്ട് 3 + 2 എന്ന് പറയുമ്പോൾ 5. ഓക്കെ, ഇതൊന്നും മായാത്തത് 3 5 7 അതും കിട്ടി. അപ്പോൾ നമുക്കൊരു ഹാങ് കിട്ടിയല്ലോ, സിമ്പിളായിട്ട് എൻ്റെ ഐഡിയ മനസ്സിലായല്ലോ. സർ ഇനി എന്ത് ചെയ്യും, ഇനി നമുക്ക് എന്താ ഡയഗണൽ നോക്കും. കാരണം എന്താ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, എനിക്ക് രണ്ടാമത്തെ ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല. ഇവിടെയോ രണ്ടാമത്തെ ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡയഗണൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് സ്പീഡിൽ ചെയ്യാം. ഓക്കെ, 7 കഴിഞ്ഞിട്ട് എന്തോ ഡി ആഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടി, അത് കഴിഞ്ഞിട്ട് എന്തോ ഡി ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടി. രണ്ടിനും നടുക്ക് എന്താണ് വരിക, നമ്പർ 10 ആണ് നടുക്ക് വരിക. ഓക്കെ, നമ്പർ 10 ആണ്. നമ്മളൊന്ന് ആലോചിച്ചേ, 7 + d + d അല്ലേ, അപ്പോൾ 13. അപ്പോൾ 7 + 2d = 13 കിട്ടും. 7 + 2d എന്ന് പറയുമ്പോൾ എന്താണ്, 7 ഒരു ഡി ആഡ് ചെയ്ത് പിന്നെ ഒരു ഡി ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടി. അപ്പോൾ 2d = 7 - 6, d = 3. അപ്പോൾ d 3 ആണെങ്കിൽ 7 + d എന്താണ് 10, അതും കിട്ടി. അപ്പോൾ ഈ ഡയഗണൽ കിട്ടി. സർ ഇനി എന്ത് ചെയ്യും, ഈ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡയഗണലെ കംപ്ലീറ്റ് ചെയ്യാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ റോ ചെയ്യാം. 5 കഴിഞ്ഞിട്ട് 10 കിട്ടി, സെക്കൻഡ് ടേം ഉണ്ട്. അപ്പോൾ എന്താ 5 നിന്ന് 5 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടി, 10 നിന്ന് 5 ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഈസി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, 13 നിന്ന് 15ലേക്ക് ഞാൻ 2 ആഡ് ചെയ്ത് പോയിട്ട് 13 + 2 15, 15 + 2 17. ഇനി നമ്മളിങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഒന്നെങ്കിൽ ഇത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും സോൾവ് ചെയ്യാം. ഇങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ 17 നടുക്ക് ആരാണ് വരിക, ഞാൻ ഗസ് ചെയ്യുകയാണെങ്കിൽ 13 വരും. ഇവിടെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് നോക്കാം. 13 അല്ലേ, 12 വരാം, 12 വരാം, സോറി. ഇവിടെ നോക്കിയാൽ 8 + 2 ആണ് 10, 10 + 2 എന്താണ് 10 + 2 12 വരും. ഞാൻ ബ്ലൂ കളർ തന്നെ ചെയ്യാം, സോ ദാറ്റ് നമുക്ക് തെറ്റൂല. റെഡി, ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ഇത്രയും സമയം എടുക്കില്ല, ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നോരോന്നും ചെയ്യാനാണ് ഇത്ര സമയം എടുത്തത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. അതാ 3 13 രണ്ടിന് നടുക്ക് 8 അത് കിട്ടി, പിന്നെ ഇത് ചെയ്യുക, കഴിഞ്ഞു. ആൻസർ ഏറ്റവും ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാത്തവരൊന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി കണ്ടാൽ മതി. ക്ലിക്കായി കഴിഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യനാണ്, 4 മാർക്ക് കിട്ടും. ഓക്കെ, 4 മാർക്ക് കിട്ടും. ഇനി നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി, സം. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണെന്ന് കണ്ടു, അതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടു, കോമൺ ഡിഫറൻസ് കണ്ടു, എഴുതാൻ പഠിച്ചു, ആൾജിബ്രിക് ഫംഗ് കണ്ടു, ഇനി അതിൻ്റെ ഓരോ ഉടായ്പുകൾ കണ്ടു. ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നു. ഫസ്റ്റ് 10 ടേംസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അറിയാം, അല്ലെ 1000 ടേംസ് ആണെങ്കിലും കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ആദ്യത്തെ ഒരു 5 ടേം അല്ലെ ആദ്യത്തെ ഒരു 10 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്ന് എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമോ? നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ മിടുക്കന്മാരാണ്, ഓണം എക്സാമിനും ഫൈനൽ എക്സാമിനും ഫുൾ മാർക്ക് മേടിക്കാനുള്ള ആൾക്കാരാണ്. നമ്മൾ ഫോർമുല ഉപയോഗിക്കും, സിമ്പിൾ ഫോർമുല ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് 2 ഫോർമുല കണ്ടാൽ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് 2 5 8 11 ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ് ആദ്യത്തെ ഒരു 10
11 ടേംസ് എടുത്തോ. ഓക്കെ, 11 ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 11 ടേംസ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് ഞാൻ പറഞ്ഞുതരാം. ഫോർമുല വളരെ സിമ്പിളാണ്. എന്താണ്? സം ഓഫ് n ടേംസ് എന്ന് എല്ലാവരും പറയും. പക്ഷെ നിങ്ങൾ എന്ത് പറയും? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n ടേംസിന്റെ ഫോർമുല കണ്ടുപിടിക്കാനും നമുക്ക് അറിയുള്ളൂ. സം ഓഫ് n ടേംസ് അല്ലെ ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാം. ആദ്യം കാണുമ്പോൾ എല്ലാവരും പേടിക്കും, പക്ഷെ സിമ്പിൾ കാര്യമാണ്. ആദ്യം തന്നെ n/2 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ നമുക്ക് 10 ടേംസ് ആണെങ്കിൽ 11 ടേംസ് ആണെങ്കിൽ n നമ്മൾ എന്തിടും? 11 ഇടും. അപ്പൊ 11/2 അവിടെ സെറ്റ്. ഇനി ഒരു നല്ല സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കാം. ഓക്കെ, എന്തിനാണ് ആൻസർ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സർക്കുലർ ബ്രാക്കറ്റ് വരച്ചാൽ നിങ്ങൾ തെറ്റാൻ ചാൻസ് കൂടും. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഞാൻ വരച്ചു. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 2 രീതിയിൽ എനിക്കിത് ആൻസർ ചെയ്യാം. ഓക്കെ, 2 രീതിയിൽ നിങ്ങൾ കുറേ ബുക്കുകളും കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ കാണിക്കുന്നത് 2a + n-1 × d. 2a 2 × ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? 2. അപ്പോൾ 2 × 2 ഫസ്റ്റ് ടേം പ്ലസ് n-1 × d നമ്മൾ കണ്ട പരിചയമുള്ള സാധനം. a + n-1 d സെയിം സാധനം തന്നെയാണ്. ഇതാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഫോർമുല. നിങ്ങൾ nth ടേമിന്റെ ഫോർമുല പഠിച്ചു, കോമൺ ഡിഫറൻസിന്റെ ഫോർമുല പഠിച്ചു, മാജിക് ഫോർമുല പഠിച്ചു, ഈ ഫോർമുലയും കൂടി പഠിച്ച കഴിഞ്ഞ ചാപ്റ്റർ. ഈ സാർ ഇതിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ, ഇതിനെക്കാട്ട് സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ സെയിം സാധനമാണ്. അതും ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വന്നതെന്ന്. n/2 അങ്ങനെ തന്നെ, സ്ക്വയർ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ. നിങ്ങളിവിടെ സർക്കുലർ ബ്രാക്കറ്റ് ഇട്ട് എന്താ സംഭവിക്കുക? നിങ്ങളെല്ലാം തെറ്റായിട്ട് എഴുതും. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ഇടാം. സർക്കുലർ ഇട്ടാൽ തെറ്റുമില്ല, പക്ഷേ തെറ്റാൻ സാധ്യതയുണ്ട്. കെയർലെസ് മിസ്റ്റേക്സ് ഒരു എക്സാമിന്. ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ പച്ചയിൽ എഴുതിയതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? a + an. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, ആൻസർ ഇത്രയും സിമ്പിൾ ഇക്വേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇത് പഠിപ്പിക്കുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് അടിപൊളി. ഇത് മടിയനാണ്. നിങ്ങൾക്ക് an എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു ആദ്യത്തെ 11 ടേംസിന് സം കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് n അറിയാം എന്താണ്? ഇവിടെ സം ഓഫ് 11 ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് n അറിയാം എന്താണ്? 11/2 സെറ്റ്. a അറിയാം 2 ആണെന്നറിയാം. ഇനി an ആര് കണ്ടുപിടിക്കും? an നമുക്കറിയില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം അറിയാം. 11th ടേം നിങ്ങൾക്ക് അറിയോ? അറിയില്ല. അപ്പം നിങ്ങൾ ഏത് ഫോർമുല ഉപയോഗിക്കും? an = a + n-1 × d. എന്നാലേ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അത് ചെയ്തിട്ട് നൈസായിട്ടൊരു സാമ്പാർ പോലെ ആക്കി തന്ന ഇക്വേഷനാണിത്. ഈ an ഇങ്ങനെ ഇവിടെ വെച്ചുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. വല്ലപ്പോഴും നമുക്ക് 11th ടേമോ അവസാനത്തെ ടേം കണ്ടുപിടിക്കാൻ അറിയാം, ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. an വരെ നമ്മളെന്താ ഇയാളെടുത്തിട്ടാൽ കണ്ടോ, a + n വരും, a + n-1 d തന്നെ ഇടാം. അപ്പോൾ എന്ത് കിട്ടി? aയും ആഡ് ചെയ്തപ്പോൾ 2a കിട്ടി. ബാക്കിയുള്ള n-1 d ആണിത്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഫോർമുലയും മനസ്സിലാക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് 2 ഫോർമുലകളെന്ന് മനസ്സിലാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇതിന് ഷോർട്ട് ഫോമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ഇതാണ്. അപ്പോൾ ഇത് പഠിക്കാം, നൈസായിട്ട് പഠിക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യം നമുക്കറിയാം. നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്താലോ? ഈ ഇക്വേഷനിൽ ഇടാം, ഇവിടെ തന്നെ ഇടാം. നിങ്ങളുടെ മുമ്പ് തന്നെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചത് സത്യമാണെന്ന്. അപ്പോൾ നോക്കിയേ, 2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം നമുക്കറിയാം a = 2. കോമൺ ഡിഫറൻസ് എന്താണ്? 2 ന്ന് 5 കഴിയുമ്പോൾ 3 അല്ലേ? 5 - 2 എന്ന് പറയുമ്പോൾ 3. അതൊക്കെ സിമ്പിളായിട്ട് നമുക്കറിയാം അല്ലേ? ഇനി n എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളോട് ചോദിച്ചിരുന്നത് 11 ടേംസ്. n എന്ന് പറയുമ്പോൾ 11. ഓക്കെ, 11. ഇതെല്ലാം കൂടി ഈ ഇക്വേഷനിലുണ്ട് പ്ലഗ് ഇൻ ചെയ്യാന്ന് പറയും കേട്ടോ. നമ്മൾ മാത്സ് ഒക്കെ അടിപൊളിയായിട്ട് അറിയുന്ന ആൾക്കാർ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാന്ന് പറയും. അപ്പോൾ നമുക്കത് പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ n ഉള്ളിടത്ത് 11 എഴുതുന്നു, ഇവിടെ n ന് പകരം 11/2 എഴുതുന്നു. അത് അവിടെ തന്നെ വെക്കുക. നിങ്ങൾ ഇവിടെ പോയിട്ട് സാർ ഇത് 5.5 ആണ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യരുത്. ഇത് ഇവിടെ തന്നെ വെക്കുക. ഈ 2 എപ്പോഴെങ്കിലൊക്കെ കട്ടായി പോയിക്കോളും. ഓക്കെ, 2a എന്ന് പറയുമ്പോൾ എന്താ? 2 × a പ്ലസ് n-1 എന്ന് പറയുമ്പോൾ എന്താ? n-1 നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. n 11 ആയതുകൊണ്ട് 11 - 1 10. 10 × d എന്ന് പറയുമ്പോൾ എന്താ? 10d എന്ന് പറയുമ്പോൾ നമ്മൾ d ഇവിടെ പോയി 3. 10 × 3. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? 11/2. ഈ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അറിയാണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫുൾ കൊളാക്കും. 2 × 2 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 3 × 10 എന്ന് പറയുമ്പോൾ 30. അപ്പോൾ ഒന്നുകൂടി സോൾവ് ചെയ്തോ. 11/2 അങ്ങനെ തന്നെ വെക്കുക ഇൻറ്റു 4 + 30. അത് സ്ക്വയർ ബ്രാക്കറ്റിൽ തന്നെ വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഒരു നമ്പർ 4 + 30 എന്ന് പറയുമ്പോൾ 34. 34 × 11/2. ഇനി ആ 2 ഉണ്ടോ അവിടെ വെച്ചത് നന്നായില്ലേ? അല്ലെങ്കിൽ വെറുതെ ഡെസിമൽ ആയേനെ. 2ഉം 34ഉം കട്ട് ചെയ്യാം. 34 ÷ 2 എന്താണ്? 17.
17 ഇൻറ്റു 11 എന്താണ്? ബാക്കി എത്രയേ ഉള്ളൂ? 17 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ എന്താണ്? 187 വരും അല്ലേ? 187. അപ്പോൾ 187 ആണ് ഇതിൻ്റെ ആൻസർ. സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. അപ്പോൾ നമ്മൾ സമ്മിൻ്റെ ഫോർമുല കണ്ടു, സമ്മൊക്കെ ചെയ്ത് നോക്കി, എല്ലാം റെഡിയാണ്. ഇനി ആ ഫോർമുല ഉപയോഗിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ചാപ്റ്റർ നമ്മൾ ഉറപ്പിച്ചു, ഫുൾ ടോപ്പിക്സ് ഫുൾ പവറോടെ നമ്മൾ തീർത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Find the sum of first 11 terms of the arithmetic sequence where first term is 5, common difference is 12. എല്ലാം തന്നിട്ടുള്ള ഒരു ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 5 തന്നു, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നു 12. അതും കിട്ടിയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് എത്ര ടേംസ്? എസ് എൻ അല്ല, S11. അപ്പം എസ് എൻ്റെ ഫോർമുല എന്താണ്? എ അല്ല n/2 ഇൻറ്റു 2a പ്ലസ് n-1d. 2a പ്ലസ് n-1 ബ്രാക്കറ്റിലിട്ടിട്ട് d. ഓക്കെ, അത് കിട്ടി. S11 എന്ന് പറയുമ്പോൾ എന്താണ്? n ഉള്ളിടത്തൊക്കെ 11 ആക്കാം. അപ്പം 11/2. ഇനി ബ്രാക്കറ്റിൽ 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു എ ഡയറക്റ്റ് ഇട്ടോ. 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5 10 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ എന്താ? 10 അല്ലേ? 11 - 1 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ d എന്താണ്? 12 കിട്ടി. ഇനി നോക്കിക്കേ, ഇതൊന്നും നമുക്ക് ഉള്ളത്തെ ബ്രാക്കറ്റ് 11/2 അങ്ങനെ തന്നെ വെക്കുക. 10 + 10 120 അല്ലേ? 10 + 120 അപ്പം എന്താണ്? 130 കിട്ടും. അപ്പോൾ 11/2 ഇൻറ്റു 130 റെഡി അല്ലേ? 10 + 120 എന്ന് പറയുമ്പോൾ 130. ഇനി എന്താണ്? ആ 2 നമുക്ക് അവിടെ കട്ട് ചെയ്യാം അല്ലേ? 130 / 2 എന്ന് പറയുമ്പോൾ 65. അപ്പോൾ 11 ഇൻറ്റു 65 ആണ് ആൻസർ. ഇങ്ങനെ വെച്ച കാര്യമുണ്ടോ? ഇല്ല, മൾട്ടിപ്ലൈ ചെയ്യും മക്കളെ. 65 നമ്മൾ 11 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 517. ഓക്കെ, നോക്കിയാൽ തിരിച്ചാട്ടോ, 715 ആണ്. ഇവിടെ 5 താഴേക്കുന്നു. 6 + 5 11, 1 ക്യാരി, 6 + 1 7. അപ്പോൾ ആൻസർ ഈസ് 715. ആദ്യത്തെ 11 ടേംസിന്റെ സം ഏത്? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 715. ഓക്കെ, 2a പ്ലസ് 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5 പ്ലസ് n-1 10 ഇൻറ്റു d. സിമ്പിൾ കാര്യം. ഓക്കെ, ചെക്ക് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഒന്നും കൂടി സെയിം കാര്യം ചെയ്താൽ മതി. ആൻസർ റെഡി ആണെങ്കിൽ ചാറ്റിൽ എല്ലാവരും ഇടുക. ഓക്കെ, സെറ്റ്. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേംസ് അതാണ് S5 ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബൈ ആൾജിബ്രിക് ഫോമിലാണ് തന്നത്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നമുക്കറിയാം സോൾവ് ചെയ്യാം അല്ലേ? തന്നിരിക്കുന്ന ആൾജിബ്രിക് ഫോം ഇങ്ങനെയാണ്. an = 10 - 13n. ഇതൊന്ന് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാം ഡിഫറൻസ് എന്താണ് അല്ലേ? എന്നിൻ്റെ കൂടെയുള്ള ആധാര -13 ആണ് കോമൺ ഡിഫറൻസ്. എന്നാൽ നമുക്ക് ഒന്ന് സമാധാനത്തോടെ ചെയ്ത് നോക്കാം. a1 എന്ന് പറഞ്ഞാൽ 10 - 13 ഇൻറ്റു 1. അങ്ങനെ പറയുമ്പോൾ -3. 10 - 13 എന്ന് പറയുമ്പോൾ -3 കിട്ടി. അതാണ് ഫസ്റ്റ് ടേം -3 കിട്ടി. കോമൺ ഡിഫറൻസ് എന്താണ്? നമുക്ക് സെക്കൻഡ് ടേം കൂടി സമാധാനത്തോടെ കണ്ടുപിടിക്കാം. എന്നൊരു ധൈര്യത്തോടെ ചെയ്യാം അല്ലേ? 10 - 13 ഇൻറ്റു 2. അങ്ങനെ പറയുമ്പോൾ എന്താ? 10 - 26. അങ്ങനെ പറയുമ്പോൾ എന്താണ്? -16 കിട്ടും. അപ്പോൾ നോക്കിയേ, -3 നിന്ന് -16 പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? -13 തന്നെ. അപ്പം നമ്മുടെ അസംഷൻ കറക്റ്റ് ആണ് കേട്ടോ. നോക്കിയേ, ഇയാളാണ് കോമൺ ഡിഫറൻസ്, എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ്. കോമൺ ഡിഫറൻസ് പറയുമ്പോൾ -13. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ -3, a എന്ന് പറയുമ്പോൾ -3 ആൻഡ് കോമൺ ഡിഫറൻസ് പറയുമ്പോൾ -13. അത് കിട്ടിയാൽ സമ്മിൻ്റെ ഫോർമുല ഇടുക. സം ഓഫ് ഫസ്റ്റ് 5 ടേംസാണ് ചോദിച്ചല്ലേ? അപ്പോൾ S5 എന്ന് പറയുമ്പോൾ n/2 അതാണ് 5/2 ഇൻറ്റു 2a. 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ നോക്കിയേ 2 ഇൻറ്റു -3 പ്ലസ് n-1d. n-1 എന്താ? ഫോർമുല ഇവിടെ എഴുതി തരാം. Sn = n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഈ ഫോർമുലയിൽ 2 ഇൻറ്റു a ആണ്. 2 ഇൻറ്റു -3 പ്ലസ് n-1d. 5 - 1d എന്ന് പറയുമ്പോൾ 4. ഡിന് പകരം ഞാൻ ഡയറക്റ്റ് എഴുതാണ് -13. അതും കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാം. 5/2 അങ്ങനെ തന്നെ വെക്കുക എല്ലാവരും. -6 കിട്ടും. 2 ഇൻറ്റു -3 ആൻഡ് 4 ഇൻറ്റു -13 എന്ന് പറയുമ്പോൾ -52 കിട്ടും. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ 5/2 ഇൻറ്റു -6 -52 കൂടി ആഡ് ചെയ്താൽ -58 കിട്ടും. ഓക്കെ, -58. ഇനി എന്താണ് നമുക്ക് കട്ട് ചെയ്യാം? -58ൻ്റെ പകുതി എന്താണ്? -58 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -29. -29 ഇൻറ്റു 5 എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് പറയുമ്പോൾ എന്തായിരുന്നു? -29 ഇൻറ്റു 5.
-29 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 30 എന്ന് പറഞ്ഞാൽ കുറച്ചാൽ മതി, എന്നാലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 29 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 5 45, 2 ഇൻറ്റു 5 10 പ്ലസ് 4 14, 145 ഒരു മൈനസ് സിമ്പിൾ മാർക്ക് ചെയ്ത് -145 ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ട ആൻസർ, വിച്ച് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. കണ്ടോ, നെഗറ്റീവ് ആൻസർ ആണ്. കാരണം എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, -3 നോക്കിയേ, -3 ആഡ് ചെയ്തു, അതിനോട് എന്താണ് -16 ആഡ് ചെയ്തു, അതിനോട് പിന്നെ ഒരു -30 വരുമ്പോൾ -29 ആയി, അതിനോട് വരുന്ന വരും -30 മാറി -42 ആയി, അതിനോട് ഒരാളും കൂടി ആഡ് ആവും അല്ലേ, അതെന്താണ് -55. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ലേ എന്താണ് കിട്ടുക നമുക്ക് ആൻസർ, ഇതാണ് ആൻസർ -145. റെഡി അല്ലേ? സമ്മിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ തകർക്കാണ്. ഓക്കെ, എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഇതും കൂടി ആൻസർ ചെയ്യാൻ. കം ഓൺ, റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 8, കോമൺ ഡിഫറൻസ് 3. ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പണി. അതിൻ്റെ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എടുക്കണം ആൻഡ് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. വോ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ റൈറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 8. ഫസ്റ്റ് ടേം എന്താണ് ഇവർക്ക് വേണ്ടത്, 8 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ് വേണ്ടത്, 3 ആണ്. ഇത് രണ്ടും കിട്ടിയല്ലോ നമ്മുടെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ, ഇത് രണ്ടും വേണം എപ്പോഴും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഇതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഞാൻ എഴുതിയ സമയം കളയുന്നത് 8ഉം 11ഉം പിന്നെ എന്താണ് 14 അങ്ങനെ പോയിക്കോളും. അത് ഞാൻ എഴുതിയ സമയം കളയുന്നില്ല, നിങ്ങൾക്കത് ആൻസർ പേപ്പറിൽ എഴുതാം. ഇനി നോക്കിയേ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. അപ്പം S10 വേണം. S10 എന്ന് പറയുമ്പോൾ 10/2 ഇൻറ്റു 2a പ്ലസ് 10 - 1d എന്ന് പറയുമ്പോൾ 9d. അപ്പോൾ എന്താണ് നിങ്ങൾ ആൻസർ ഇട്ട് കൊടുത്തത്, 10/2 എന്ന് പറയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ 5 ആണ്. സിമ്പിളി ഡിവൈഡ് ആയി പോകുന്നതുകൊണ്ട് ചെയ്യാം. 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 8 അങ്ങനെ പറയുമ്പോൾ 16 പ്ലസ് 9 ഇൻറ്റു d എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 7, 9 ഇൻറ്റു 3 എന്താണ് 27. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ 5 ഇൻറ്റു ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, 6 ആഡ് ആകുമ്പോൾ 33 43. 5 ഇൻറ്റു 43 ദ ആൻസർ ഇസ് നമുക്ക് 5 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 215 വരും അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 43 എന്ന് പറയുമ്പോൾ 215. ഒന്ന് ചെക്ക് ചെയ്യാം, 43 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നോക്കിയാൽ 15 1 ക്യാരി 215. ഇനി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. എന്താണ് ഈ n ടേംസ്? നമ്മൾ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്നിനെ അവിടെ തന്നെ വെച്ചു, എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് ഓൾജിബ്രൈക് ഫോം കിട്ടി. അതുപോലെ സമ്മിൻ്റെയും ഓൾജിബ്രൈക് ഫോമാണ്. അതാണ് n ടേംസിൻ്റെ സം കണ്ടുപിടിക്കാൻ. 1ഓ 2ഓ 3 ടേംസിനല്ല, n ടേംസ്. ആ ഫോർമുലയിൽ ഞാൻ എന്നിട്ടാൽ എനിക്ക് സം കിട്ടും, അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെയിം കാര്യം അവിടെ ചെയ്ത സെയിം കാര്യം ചെയ്യാം. നമ്മൾ എന്താ എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പക്ഷെ എന്താണ് n അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ S എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർമുല n/2 ഇൻറ്റു 2a പ്ലസ് n - 1d. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, n അവിടെ വെച്ചിട്ട് n ടേംസിന് വേണം, n വേണ്ട, ബാക്കിയുള്ള എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ n/2 അങ്ങനെ തന്നെ 2a എന്ന് പറയുമ്പോൾ എന്താണ് 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 16 പ്ലസ് n - 1 അങ്ങനെ തന്നെ വെക്കുന്നു, d എന്ന് പറയുമ്പോൾ 3. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താലോ, n/2 ഇൻറ്റു 16 പ്ലസ് 3 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 3n, പിന്നെന്താണ് 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -3. ഇനി എന്താണ് കിട്ടുക, n/2 അങ്ങനെ തന്നെ വെക്കുക, 16 - 3, 16 - 3 എന്ന് പറയുമ്പോൾ 13 കിട്ടി പ്ലസ് 3n. ഇതാണ് നമ്മുടെ n ടേംസിൻ്റെ ആൻസർ. ഇങ്ങനെ വരും. ഇനി ഇത് പല രീതിയിൽ എഴുതാം, n/2 ഇൻറ്റു 13 പ്ലസ് 3n അല്ലേ, ഇതെല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ചിലവർക്ക് വേറെ ആൻസർ ആയിരിക്കും, ഞാൻ കാണിച്ചു തരാം. സം ഓഫ് n ടേംസ് പറയുമ്പോൾ നമുക്ക് n/2 ഇൻറ്റു 13 പ്ലസ് 3n അല്ലേ, അവിടെ 13 പ്ലസ് 3n ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ 3n പ്ലസ് 13 ഓർഡർ മാറിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി ചിലവർക്ക് കിട്ടിയിട്ട് എന്തായിരിക്കും, നിങ്ങളുടെ ചിലവരെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇത് ഇങ്ങോട്ടേക്ക് അല്ലേ, അതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്ത് കിട്ടും, 13n/2. ഓക്കെ, 13n/2 പ്ലസ് നമുക്ക് എന്താണ് n ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n²/2 ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ചിലവരെന്താ 1/2 പുറത്ത് തന്നെ വെച്ചിട്ട് 1/2 പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. 13 അല്ല, എന്താണ് 13n പ്ലസ് 3n². ചിലവരെന്താ 3n² പ്ലസ് 13n എഴുതിയിട്ട് 1/2 പുറത്തു. എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റ്. ഇങ്ങനെ വെച്ചാലും കറക്റ്റാണ്. നമ്മളെന്താണ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള രീതി, ഇതെന്താണ് കുറച്ചുകൂടി സിമ്പിൾ രീതി. ഇതിലെന്താണ് കറക്റ്റ് ആൻസർ കിട്ടും, ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ എന്താണ് സം ഓഫ് എത്ര ടേംസ് കണ്ടുപിടിച്ചത്, സം ഓഫ് 10 ടേംസ് കണ്ടുപിടിച്ചു, 215 കിട്ടി. നോക്കിയേ, അപ്പോൾ നമ്മൾ എന്താണ് SN ഇതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്
S10 കണ്ടുപിടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ 10 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. നമുക്ക് എന്താണ് ഈ ഫോർമുല, ഇപ്പോൾ ഈ ഫോർമുല 1/2 ഇൻറ്റു 13 ഇൻറ്റു 10 പ്ലസ് എന്താണ് 3n². 3n² എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 100 10². അപ്പോൾ എന്ത് കിട്ടി? ആൻസർ വിൽ ബി 1/2 ഇൻറ്റു 130 പ്ലസ് 300. 130 പ്ലസ് 300 ആണ് 1/2 ഇൻറ്റു 130 300 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 430 കിട്ടും. 430 ഡിവൈഡ് ബൈ 2 എന്താണ്? 215. കറക്റ്റ് ആൻസർ അല്ലേ കിട്ടിയേ? 215 നമ്മൾ ഈ ഫോർമുല വെച്ച് ഡയറക്റ്റ് കണ്ടുപിടിച്ചു. നമ്മളെന്താണ് സം ഓഫ് n ടേംസ് വെച്ച് കണ്ടുപിടിച്ചു. അപ്പം കറക്റ്റ് തന്നെ. അപ്പോൾ ഇതാണ് സം ഓഫ് n ടേംസ്. ഓക്കെ, എന്ത് സം ഓഫ് n ടേംസ്? അങ്ങനെ n ടേംസ് തന്നെ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എയും ഡി ഉണ്ടെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ എഴുതിയിട്ട് എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്കൊരു 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ റാപ്പ് അപ്പ് ചെയ്യാം. അതോടെ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ ട്രിക്സും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ എക്സാമിനറിൻ്റെ SSLC ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഫുൾ പവറോടെ പഠിക്കാം. അവിടെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും, കൂടുതൽ പ്രീവിയസ് ഇയർ, കൂടുതൽ ഇക്വേഷൻസ്, കൂടുതൽ ഫോർമുലാസ്, കൂടുതൽ ട്രിക്സ് ആൻഡ് കൂടുതൽ ടെസ്റ്റുകൾ എല്ലാം രസകരമായിട്ട് നമ്മൾ എന്താ ഫുൾ കട്ടയ്ക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് ഓഫ് ദ ചാപ്റ്റർ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1 3 5 7? ഇത് ആൻസർ പറയുന്നത് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷെ എന്താണ് മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യനാ. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഇത് നമുക്ക് ആഡ് ചെയ്ത് തന്നെ കിട്ടൂലേ, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടേം എല്ലാവരും പറഞ്ഞേ 1, കോമൺ ഡിഫറൻസ് എല്ലാവരും പറഞ്ഞേ 3 - 1 എന്ന് പറയുമ്പോൾ 2 കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. 5 ടേംസ് n എന്ന് പറയുമ്പോൾ 5. അപ്പം SN കണ്ടുപിടിച്ച SN എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്നിന് പകരം 5 ഇട്ട് എടുക്കുന്നു. S5 ഇസ് ഈക്വൽ ടു 5/2 ബ്രാക്കറ്റിനുള്ളിൽ 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 2 പ്ലസ് n-1 d. n 5 ആട്ടോ. അപ്പം n-1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു d എന്ന് പറയുമ്പോൾ എന്താണ്? 2. അപ്പം 2 പ്ലസ് 8 എന്ന് പറയുമ്പോൾ എന്താണ്? 10. 5/2 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8. 10 8 2 പ്ലസ് 8 10. ഇത് കട്ടായി 5 ഇൻറ്റു 5 25. ആൻസർ കിട്ടും 25. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആൻസറിനെക്കാളും സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് ചെക്ക് ചെയ്തേ, ഇത് കഴിഞ്ഞിട്ട് എന്താ 9 വരും. ഇന്ന് ആഡ് ചെയ്ത് നോക്കാം. 1ഉം 3 ആഡ് ചെയ്യുമ്പോൾ 4ഉം 5 ആഡ് ചെയ്യുമ്പോൾ 9ഉം 7 ആഡ് ചെയ്യുമ്പോൾ 16ഉം 9 ആഡ് ചെയ്യുമ്പോൾ 25. ഇറ്റ് ഈസ് കറക്റ്റ്. ഇനി ചോദിക്കുന്നത് വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്? ഇതിൻ്റെ ഫസ്റ്റ് ടേം 5 ടേംസ് എന്നല്ല, ഇതിൻ്റെ n ടേംസ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം കാര്യം. SNൽ നമ്മൾ n മാത്രം അവിടെ വെക്കുന്നു അല്ലേ? ഈ സെയിം ഇക്വേഷനിൽ എയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പക്ഷെ n അവിടെ വെക്കും. നമുക്കൊരു സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ കിട്ടും. നമുക്ക് നോക്കാം. ഇവിടെ SN വരെ SN തന്നെ ഇടുന്നു, n അവിടെ വെക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 2 ഇൻറ്റു 1 അപ്പോൾ 2 പ്ലസ് n-1 d. അങ്ങനെ പറയുമ്പോൾ n-1 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? n/2 ഇൻറ്റു 2 പ്ലസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 2 ഇൻറ്റു n ആൻഡ് 2 ഇൻറ്റു -1. 2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 2n, 2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് നോക്കുക. 2ഉം -2ഉം കട്ടായി. 2ഉം -2ഉം കട്ടായി. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ളത് n/2 ഇൻറ്റു ബ്രാക്കറ്റിൽ ബാക്കി 2n ബാക്കിയുണ്ട് അല്ലേ? ഇനി 2ഉം 2ഉം കട്ട് ചെയ്യാലോ. ഇവിടെ മേലെ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്, കട്ടായി. അവസാനം n ഇൻറ്റു n ആൻസർ എന്താണ്? n ഇൻറ്റു n ആൻസർ n² ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആൻസർ അല്ലേ? ഫസ്റ്റ് n ടേംസിൻ്റെ ഫസ്റ്റ് n ഓഡ് ടേംസ് കണ്ടോ? ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ? 1 3 5 7 9 11 ഇതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. ഫസ്റ്റ് ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് n². നിങ്ങൾക്ക് ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ എന്താ? 10ന്റെ സ്ക്വയർ 10², 100. ആദ്യത്തെ 100 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്താണ്? 100 ഇൻറ്റു 100 10,000. സിമ്പിൾ. അങ്ങനെയാണ് ഇതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് +1ലും +2ലും പഠിക്കാനുണ്ട്. ഫുൾ പവറോടെ നിങ്ങൾ ഇരിക്കുക. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ സിലബസ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തു, പ്രീവിയസ് ഇയറും ചെയ്തു, എല്ലാ ട്രിക്സും സംഭവങ്ങളൊക്കെ പഠിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ റീവിസിറ്റ് ചെയ്യുക, ക്ലാസ് സേവ് ചെയ്ത് വെക്കുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ശരിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക, വലിയ സന്തോഷമായിരിക്കും. ഓക്കെ. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ അലൻ സാറും അലക്സ് സാറും ബാക്കിയുള്ള എല്ലാ അടിപൊളി ഫാക്കൽറ്റീസ് ഫുള്ളായിട്ട് നിങ്ങളെ വർഷം തോറും പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ റിവിഷൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. എല്ലാ എക്സാമിനും നമുക്ക് ഫുൾ മാർക്സ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.